അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കാളമടം മഹലിൻ്റെ കീഴിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഒത്തുചേരലിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു പക്ഷേ നമുക്കത്ര വലിയൊരു കാര്യമായി തോന്നിയില്ലെങ്കിലും പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നൊരു കാര്യമാണ് ഇത്തരം ദീനിൻ്റെ സദസ്സുകളിലും പരിപാടികളിലുമെല്ലാം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് വരാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആ ചോദ്യത്തിന് ഉള്ള ഉത്തരം എന്തെങ്കിലും ചില ഭൗതികമായ ആനുകൂല്യങ്ങൾ, അതൊരിക്കലും ഇത്തരം പരിപാടികൾക്ക് വരുന്നവർ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പരിപാടി സംഘടിപ്പിക്കുന്നവരും പങ്കെടുക്കുന്നവരുമായ നമുക്കെല്ലാവർക്കും അറിയാം. അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് പങ്കെടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നം. സുന്നി മഹല്ലുകളിലൊക്കെ അങ്ങനെ പറയാറുണ്ട്, 3 ആഴ്ച തുടർച്ചയായിട്ട് ജുമാക്ക് വന്നില്ലെങ്കിൽ പിന്നെ മയ്യത്ത് ഇവിടെ മറയൂല എന്ന് പറയുമ്പോൾ ആൾക്കാർ 3 ആഴ്ച തികയണിലിടക്കൊന്ന് പോയിട്ട് പോരും. അങ്ങനെ ഒരു ബേജാറിൻ്റെ അടിസ്ഥാനത്തിലും അല്ല നമ്മളാരും ഒരു പരിപാടിക്ക് വരുന്നത്. അതിലുപരി ഒരു പരിപാടി ദീനിയായി നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ അവിടെ പങ്കെടുക്കാതിരുന്നാൽ നമ്മുടെ മനസ്സിന് എന്തോ ഒരു കുറ്റബോധം. പോകേണ്ടിയിരുന്നു, പോകാൻ പറ്റിയില്ല, വേറെല്ലേനൊക്കെ പോകണം, ഞാൻ അവിടെ പോകാത്തതൊരു ശരിയായില്ലല്ലോ, എന്തോ ആ പരിപാടി നടക്കുന്ന സമയത്തും അത് കഴിഞ്ഞാലുമൊക്കെ മനസ്സിനൊരു വല്ലാത്ത കുറ്റബോധം. അതോടൊപ്പം തന്നെ അതിൽ വന്നിരുന്ന് ആ പരിപാടിയും പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എല്ലാം കേട്ടാൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷവും ആത്മസംതൃപ്തിയും അത് വലുതാണ്. ഇന്നിപ്പോൾ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് പോയി കിടന്നുറങ്ങുമ്പോൾ ഇന്നലെ ഉറങ്ങിയ മാതിരിയല്ല, നമ്മളൊരു സമാധാനത്തോടു കൂടെയാണ് ഉറങ്ങുക. അപ്പോൾ നമുക്ക് ഇത്തരം സ്ഥലങ്ങളിൽ വരാനും വരാതിരിക്കുമ്പോഴുള്ള മനോവിഷമവും വന്നാലുള്ള സന്തോഷവും എല്ലാം നിരന്തരമായി ഇത്തരം പരിപാടികളിൽ വരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതാണ് നമ്മുടെ ഈമാൻ. നമ്മുടെ എല്ലാ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചുമൊക്കെയുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അത് നിലനിൽക്കുക മാത്രമല്ല, അത് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അത് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അത് ചില നല്ലത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചില തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് അതെല്ലാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിലേറെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിലേറെ താല്പര്യത്തോടുകൂടെ ഇത്തരം പ്രഭാഷണ വേദികളിലും പരിപാടികളിലും വന്നു ചേരുന്നു എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്.
അത് അള്ളാഹുവിൽ ഉള്ള നമ്മുടെ വിശ്വാസം. വളരെ കാലങ്ങളായി മതപ്രഭാഷണങ്ങളിലൂടെ, ഖുതുബകളിലൂടെ, ദീനിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കിട്ടിയ അവസരങ്ങളിലൂടെ അള്ളാഹു നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തന്ന ഒരു ദീനീ ബോധമാണത്. സത്യത്തിൽ വളരെ അത്ഭുതത്തോടുകൂടെയാണ് ഒരു പക്ഷേ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കടപ്പുറത്ത് സംഘടിപ്പിച്ച ആ മഹാസംഗമം, ആ കോൺഫറൻസ്, ഫാമിലി കോൺഫറൻസ്, ഒരു പക്ഷേ നമ്മൾ ആ മഹാസദസ്, കണ്ണെത്താത്ത ദൂരം നീണ്ടുകിടക്കുന്ന ആ സ്ത്രീകളുടെ സദസ്സൊക്കെ ഇന്നും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എവിടെ നിന്നാണ് ഇത്രയും ആളുകൾ വാഹനങ്ങളിൽ ഒഴുകി എത്തിയത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം ദീനിനോടുള്ള ഒരു സ്നേഹം അപ്പപ്പോഴായി റേഡിയോ കേട്ട്, പ്രഭാഷണങ്ങൾ കേട്ട്, പ്രസംഗങ്ങൾ കേട്ട്, വാട്സപ്പിൽ പ്രസംഗങ്ങൾ കേട്ട് ആളുകളുടെ മനസ്സിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു മനസ്സ് നിലനിർത്തുവാനും ആ മനസ്സ് മരണം വരെ ഉണ്ടാകുവാനും നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റുന്ന രക്ഷിതാവേ, ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു മനസ്സ്, ഈ മനസ്സ് എനിക്ക് മാറ്റരുതേ എന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മോട് പറയുന്നുണ്ട്. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അള്ളാന്റെ പേരാണ് വഹാബ്, അത്യധികമായി കൊടുക്കുന്നവനെ, നല്ലോണം നൽകുന്ന പടച്ചോനെ. എന്താ നല്ലോണം നൽകുന്ന പടച്ചോനെ എന്ന് വിളിച്ചിട്ട് പടച്ചോനെ ചോദിക്കണം എന്താണ്? പടച്ചോനെ, മനസ്സിൽ തന്നൊരു ഈമാൻ ഉണ്ടല്ലോ, ഹിദായത്ത് ഉണ്ടല്ലോ, ഇതിനെ നീ നഷ്ടപ്പെടുത്തി കളയരുത്, ഇതിനെ എൻ്റെ മനസ്സിൽ തന്നെ നിലനിർത്തണേ എന്നാണ് അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പലർക്കും അത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ചിലർക്ക് ആ താല്പര്യങ്ങൾ, നിസ്കരിച്ചവർ നിസ്കരിക്കാതെ ആവുന്നുണ്ട്, ദീനിനോടുള്ള താല്പര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത്തരം ഒരു സദസ്സിൽ വന്നിരിക്കാനും ഇത്തരം പരിപാടികളിൽ താല്പര്യപൂർവ്വം പങ്കെടുക്കാനുമുള്ള ഈ ഒരു മനസ്സുണ്ടല്ലോ, അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യത്തിൽ വളരെ പഴക്കമുള്ള ഒരു മുജാഹിദ് പ്രദേശമാണ്. ഒരു പക്ഷേ എടത്തനാട്ടുകരയിൽ തന്നെ പഴക്കമുള്ള ഒരു പള്ളിയാണ് നമ്മുടെ കാളമടം പള്ളി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കാലപ്പഴക്കമുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് തന്നെ ഏകദേശം 50 വയസ്സിലധികമായി. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ് പള്ളിയുണ്ടെന്ന് പറയുമ്പോൾ എത്രയോ അരനൂറ്റാണ്ടിലധികമായി ആ പള്ളി ഇവിടെ സ്ഥാപിക്കപ്പെട്ട് എത്രയോ ആളുകൾ ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിച്ച് തീർക്കുകയും ചെയ്ത ധാരാളം ആളുകൾ നമ്മളിന്ന് വിട പറയുകയും ചെയ്ത അവിടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ഒരു വിശാലമായ ധാരാളം കുടുംബങ്ങളുള്ള ഒരു വിശാലമായ മഹല്ലിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നാം നമ്മെക്കുറിച്ച് ഒരു ആത്മവിചാരണ നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ഒത്തുചേരലുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരു പക്ഷേ നമ്മുടെയൊക്കെ നാടുകളിൽ പള്ളികൾക്ക് വന്ന മാറ്റം അത് ഭയങ്കര മാറ്റമാണ്. ഒരു പക്ഷേ ഗൾഫിൽ നിന്നൊക്കെയുള്ള ആളുകൾ ആ അറബികളുടെയൊക്കെ പണം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്ന പള്ളികൾ നമ്മുടെ ഇടത്തനാട്ടുകാരുടെ പല പ്രദേശങ്ങളിലും വന്നു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ 1-ാം നമ്പർ ഏറ്റവും മനോഹരമായ പള്ളികൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലായിരിക്കും. നമ്മുടെ പള്ളി അടക്കമുള്ള പള്ളികൾ പലതും അങ്ങനെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ പണം കൊടുക്കാനും ഇതൊക്കെ ചെയ്യാനുമുള്ളൊരു മനസ്സ് മുമ്പത്തേൽ നിന്ന് വ്യത്യസ്തമായി ആളുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഒരു കാലത്തൊക്കെ ഈ പള്ളിക്കുള്ള വരിസംഖ്യ പിരിക്കണമെങ്കിൽ തന്നെ അവരെ ഭീഷണിപ്പെടുത്തി, വരിസംഖ്യ തരാത്ത ആളുകളുടെ പേരുകൾ അവരെ അപമാനിക്കും വിധം നോട്ടീസ് ബോർഡുകളിൽ ഒട്ടിച്ച് ഒരു പക്ഷേ അവർക്ക് തന്നെ അപമാനമാകുന്ന രൂപത്തിൽ നിർബന്ധിച്ചൊക്കെ വരിസംഖ്യ പിടിക്കേണ്ടതുണ്ട്. പെരിന്തൽമണ്ണയിലൊക്കെ ചില സുന്നി പള്ളികളിൽ വരിസംഖ്യ പിരിക്കുന്നുണ്ട്. സുഹൃത്ത് മരണപ്പെട്ടപ്പോൾ, ആ സുഹൃത്തിൻ്റെ വാപ്പ മരണപ്പെട്ടപ്പോൾ പള്ളിക്ക് കട്ടിലിന് ചെന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇതുവരെയുള്ള എല്ലാ വരിസംഖ്യയും പള്ളിയിൽ അടച്ചിട്ടേ കട്ടിൽ തരുള്ളൂ പറഞ്ഞു. അപ്പോൾ മരിച്ചക്ക് വാപ്പാക്ക് കട്ടിൽ കൊടുക്കണമെങ്കിൽ, മയ്യത്ത് കട്ടിൽ കൊടുക്കണമെങ്കിൽ വരിസംഖ്യ മുഴുവൻ തന്നാലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പള്ളിക്ക് പൈസ വാങ്ങേണ്ട സ്ഥിതിവിശേഷണങ്ങളിൽ നിന്ന് ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടായി. ലക്ഷങ്ങളും കോടികളും പള്ളികൾക്ക് വേണ്ടി കൊടുക്കുവാനുള്ള മനസ്സുണ്ടായി. ഇതൊക്കെ മാറ്റങ്ങളാണ്, നമ്മൾ നമ്മുടെ നാട്ടിൽ വന്ന് അംഗീകരിക്കേണ്ട മാറ്റങ്ങൾ. മറ്റൊന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. കഷ്ടപ്പെടുന്നവർക്ക് വീട് നൽകാനും ഭക്ഷണം നൽകുവാനും
അവർക്ക് മരുന്ന് നൽകുവാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ. അതിനൊന്നും പണം കൊടുക്കാനോ അതിനു വേണ്ടി ഓടി നടക്കാനോ അതിന് വളണ്ടിയർ ആകാനോ അങ്ങനെയൊക്കെ ഉണ്ട് മുമ്പ്. ആർക്കെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ ഒരു കൊണ്ടി മണ്ടുക എന്നല്ലാതെ ആരെങ്കിലും ആ വഴിക്ക് ചെന്ന് നോക്കലുണ്ട്. ഇന്നൊക്കെ അതിന് മാറ്റങ്ങൾ വന്നു. എവിടെയെങ്കിലുമൊക്കെ ഒരാൾക്ക് ഇനി എത്ര കോടികൾ ചികിത്സക്ക് വേണമെങ്കിലും അതൊക്കെ നൽകാനുള്ളൊരു മനസ്സ്, എൻ്റെ ഒരു 10 രൂപയിൽ ഉണ്ടാവട്ടെ, എൻ്റെ ഒരു 100 രൂപയിൽ ഉണ്ടാവട്ടെ എന്ന ഒരു മനസ്സിലേക്ക് കാര്യങ്ങൾ മാറി. ഇതൊക്കെ വലിയ മാറ്റങ്ങളാണ്. പിന്നെ നിങ്ങൾ ആലോചിക്കും, നമുക്കൊന്നും ആലോചിക്കാൻ പറ്റും. നമ്മുടെ ഒന്നും ചെറുപ്പ കാലഘട്ടങ്ങളിൽ ബോർഡിൽ ഇങ്ങനെ ഖുർആൻ എഴുതിയിട്ട് അത് ആൾക്കാർ വന്നിരുന്നിട്ട് ഇങ്ങനെ എഴുതിയെടുത്ത് പഠിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അന്നല്ല, ഇന്ന് അങ്ങനെയൊക്കെ തുടങ്ങി. ഏത് മഹല്ലുകളിലാണ് ക്ലാസ് ഇല്ലാത്തത്? വിശുദ്ധ ഖുർആൻ ഇങ്ങനെ മനോഹരമായി പാരായണം ചെയ്ത് അത് ബോർഡുകൾ എഴുതി ആളുകൾ പുസ്തകവും പേനയുമായി വന്ന് എന്നോ സ്കൂൾ ജീവിതം അവസാനിപ്പിച്ച ആളുകൾ വീണ്ടും നോട്ട് പുസ്തകം വാങ്ങി വീണ്ടും പുസ്തകങ്ങൾ വാങ്ങി ആ സൂറത്തുകളും ആയത്തുകളും എഴുതി അർത്ഥങ്ങൾ എഴുതി പഠിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഗുണകരമായ മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളൊന്നും നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. എന്ത് കാര്യങ്ങൾ നമ്മൾ എടുത്താലും ധാരാളം മാറ്റങ്ങൾ. എനിക്കറിയാം, ഒരു പക്ഷേ എൻ്റെ കുട്ടിക്കാലഘട്ടങ്ങളിൽ തന്നെ മഗ്‌രിബിക്ക് ബാങ്ക് കൊടുത്താൽ ഈ പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ യാതൊരു പ്രയാസമില്ലാതെ ഇവിടുത്തെ ഓകുപാലങ്ങളിൽ ഇരുന്ന മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നത് മാറി. ഒരു പക്ഷേ ഞാൻ തന്നെ ഇപ്പം അടുത്ത സമയങ്ങളിലൊക്കെ മഗ്‌രിബിക്ക് ഇതിലെ യാത്ര ചെയ്തു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരാൾ മഗ്‌രിബിക്ക് ഇവിടെ ജമാഅത്ത് നടന്ന് ഫാത്തിഹ ഓതി എല്ലാവരും ആമീൻ പറയുമ്പോൾ യാതൊരു മടിയുമില്ലാതെ നിർലജ്ജം ഇവിടെ അങ്ങാടിയിൽ നിൽക്കാനുള്ളൊരു മനസ്സ് ഇന്നില്ലാതായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊക്കെ മാറ്റങ്ങളാണ് സുഹൃത്തുക്കളെ, ഇതൊന്നും ചെറിയ മാറ്റങ്ങളല്ല. ഞാൻ നമസ്കരിക്കാത്തവനാണെന്ന് പറയാൻ, ഞാൻ നമസ്കരിക്കാത്തവനാണെന്ന് മറ്റുള്ളവർ വിചാരിച്ചു പോകുന്നത് പോലും ഒരപമാനമായി തോന്നുന്നത് നമ്മുടെ നാട്ടിൽ വന്ന ദീനിൻ്റെ മാറ്റങ്ങളാണ്. ഇതൊന്നും ചെറിയ മാറ്റങ്ങളായി നമ്മൾ കാണാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കറിയാം, ജനാസകൾ, പണ്ടൊക്കെ ജനാസകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തുള്ള കുറച്ച് ആൾക്കാർ 5-8 ആൾക്കാരെ എടുത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുന്നൊരവസ്ഥ. ഇങ്ങനെയല്ല. ഇന്നൊക്കെ പള്ളികൾ നിറഞ്ഞു 1, 2, 3 ട്രിപ്പുകളായി ജനാസ നമസ്കരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇതിനൊരു പ്രതിഫലമുണ്ടെന്ന് ആളുകൾ മനസ്സിലാക്കി. 2 സ്വർണ്ണമലകൾ നിസ്കാരം കഴിഞ്ഞ് ഖബർ വരെയും കൂടി നിന്നാൽ 2 സ്വർണ്ണമലകൾ നാളെ പരലോകത്ത് കിട്ടും. എപ്പോഴെങ്കിലും ഒരു ജനാസക്ക് കൂടാൻ പറ്റിയാൽ എത്രയാണ് അതിൻ്റെ ഒരു കൂലി? അതൊക്കെ ആൾക്കാർ മനസ്സിലാക്കി. എത്ര ദൂരം നിന്നാണ് ആളുകൾ വാഹനമെടുത്ത് ജനാസ നമസ്കരിക്കാൻ വേണ്ടി വരുന്നത്. ഇതൊക്കെ പുതിയ കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇതൊക്കെ ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ ഇനിയും ഉണ്ടായേ പറ്റൂ. അത് ഉണ്ടാകുന്നത് വരെ നമ്മൾ ഈ പ്രബോധന പ്രവർത്തനങ്ങളും ബോധവൽക്കരണങ്ങളും തുടർന്നുകൊണ്ടിരിക്കണം. അത് പൊതുപ്രഭാഷണങ്ങളായി, മഹല്ല് സംഗമങ്ങളായി, ഖുർആൻ ക്ലാസ്സുകളായി, അതേപോലെ തന്നെ പള്ളിയിലുള്ള എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്ന മഹാസംഗമങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ ഇപ്പോഴും ഇല്ലാതെയുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, സക്കാത്ത്, ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ട ഒരു വ്യക്തി സക്കാത്ത് കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. സത്യത്തിൽ അയാളുടെ സമ്പത്ത് നിഷിദ്ധമാണ്, ഹറാമാണ് പിന്നെ അയാൾ തിന്നണത്. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ ഹറാമാണ് ഭക്ഷിക്കുന്നത്. നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ള ആളുകളിൽ സക്കാത്ത് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാരും കൃഷിക്കാരും പണക്കാരും ഗൾഫുകാരും എല്ലാം അത് കണക്കാക്കി കൊടുക്കുന്നുണ്ട് എന്ന് ഡയറി വെച്ച് കാൽക്കുലേറ്റർ വെച്ച് കണക്കാക്കി കൊടുക്കുന്നുണ്ട് എന്ന്? 590 ഗ്രാം വെള്ളിയുടെ തൂക്കം, അതാണല്ലോ നിസാബ്, നാണയത്തിന് നിസാബ് എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, ഒരു 30,000 പോട്ടെ, ഒരു 40,000 കൂട്ടിക്കോളി. ഒരു വർഷത്തിൽ 40,000 രൂപ മെച്ചം വെക്കാൻ കഴിയുന്ന ഒരാൾ, സമ്പാദ്യമായിട്ടുള്ള ഒരാൾ, അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. എത്ര ചെറിയ പൈസ സക്കാത്തുള്ളൂ നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ 1,00,000 രൂപ ഉണ്ടെങ്കിൽ 2,500 റുപ്യ കൊടുക്കേണ്ടതുള്ളൂ. 1,00,000 രൂപ ഉണ്ടെങ്കിൽ അപ്പം 10 ലക്ഷം രൂപ ഉള്ളവൻ ആകെ കൊടുക്കേണ്ടതിന് 25,000 രൂപ. 10 ലക്ഷം കയ്യിലുള്ളവൻ 25,000 റുപ്യ കൊടുത്താൽ മതി, അത്രയും സക്കാത്തുള്ളൂ. പക്ഷേ ആരാണിത് കൊടുക്കുന്നത്? ആഭരണം 10.5 പവന് മുകളിലുണ്ടെങ്കിൽ അത് മുഴുവണ്ണത്തിനും സക്കാത്ത് കൊടുക്കണം. 2.5%. നിങ്ങൾ ആലോചിക്കുക, 10 പവൻ എന്ന് പറയുമ്പോൾ 50,000 രൂപ ഇന്നൊരു പവനിന് വിലയുണ്ട്. 50,000-ൻ്റെ അധികം കടന്നു. അപ്പോൾ 10 പവനുണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം 5 ലക്ഷം രൂപ വന്നു.
അത് 10.5 പവനാകുമ്പോൾ ഒരു 5-6 ലക്ഷത്തിൻ്റെ സ്വർണം നമ്മുടേതായി കിടക്കുകയാണ്. എപ്പോൾ കൊണ്ടേ കൊടുത്താലും 6 ലക്ഷം റുപ്യ നമുക്ക് കിട്ടും. അങ്ങനത്തെ പൈസയാണ് നമ്മുടെ അടുത്ത് കിടക്കുന്നത്. അതിൻ്റെ 2.5% കൊടുക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ 5 ലക്ഷം ഉണ്ടെങ്കിൽ 2500 വെച്ച് കൊടുക്കുമ്പോൾ ഏകദേശം 10,000 രൂപ വർഷത്തിൽ സക്കാത്ത് കൊടുക്കണം. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ രൂപത്തിൽ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും വീട്ടിൽ ആഭരണങ്ങളുള്ള സ്ത്രീകളും ഗൾഫിൽ നിന്ന് ശമ്പളം വാങ്ങുന്നവരൊക്കെ അവർ 2.5% കൊടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ അത്ഭുതം സംഭവിക്കും. ഞാൻ ഒരു അത്ഭുതം സംഭവിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. നമ്മുടെ പള്ളിയിലോ പരിസരത്തോ ഒരാൾ വന്ന് എനിക്ക് ഇന്നൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ സഹായിക്കാൻ നമുക്കൊരു പ്രയാസം ഉണ്ടാവില്ല. ഏതു നാട്ടിലും സക്കാത്ത് എല്ലാവരും പൂർണ്ണമായി കൊടുക്കുകയാണെങ്കിൽ ആ നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിച്ചു പോകുമെന്നാണ്. അതാണ് വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. അല്ലാഹ് പറയാണ്, നിങ്ങളുടെ സമ്പത്തിൽ ഒരു നിശ്ചിത അവകാശമുണ്ട്, ചോദിച്ചു വരുന്നവനും ദരിദ്രനുമെന്നാണ്. അപ്പൊ പട്ടിണി കിടക്കുന്ന ഒരുത്തൻ അവന് കിട്ടാവുന്ന സ്വത്ത് അർഹമായി കൊടുക്കാത്തത് കൊണ്ടാണ്. എന്നിട്ട് ആ ഹറാമ് തിന്നാണ് നമ്മൾ. ഈ 2500 റുപ്യ കൊടുക്കാതെ ബാക്കിയുള്ള ഈ 97,500 രൂപയും ഹറാമാണ്. തിന്നാൽ നമ്മുടെ പ്രാർത്ഥന പടച്ചോൻ കേൾക്കൂല. സുഹൃത്തുക്കളെ, അത് ഇനി അതിൻ്റെ ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഇനി കൊടുക്കാത്ത സക്കാത്ത്. ഇപ്പൊ നിങ്ങൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഞാനിപ്പോ എനിക്ക് ഈ നിസ്കാരത്തെക്കുറിച്ചൊന്നും അത്ര വലിയൊരു ബോധം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇതുവരെ കുറേ കാലമായിട്ട് നിസ്കരിക്കലില്ല, ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞാൻ നിസ്കാരം തുടങ്ങി 5 വക്ത് ശരിക്കും നിസ്കരിക്കും, അപ്പൊ ഞാനൊക്കെ ഇപ്പൊ എനിക്ക് 40-40 വയസ്സായി, ഇതിന് മുമ്പൊക്കെ ഉള്ള നിസ്കാരം എന്താ കാട്ടുക ചോദിച്ചാൽ നമ്മളെന്താ മറുപടി പറയും, ഇസ്തിഗ്ഫാർ നടത്ത്. കാരണം പിന്നെ 2020 സുബഹി നിസ്കരിക്കാൻ ഇനി വകുപ്പില്ല, 2020 ലോഹർ നിസ്കരിക്കാൻ ഇനി വകുപ്പില്ല, ഇനി ഇവിടുന്നുണ്ട് നിസ്കരിക്കുക. ഇതുവരെ നിസ്കരിക്കാത്തത് ഗുരുതരമായ തെറ്റാണ്, കാഫിറാകുന്ന പാപമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ നിസ്കാരം ഉപേക്ഷിച്ചതിന് നീ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക, പരമാവധി സുജൂദുകൾ സുന്നത്തുകളായി നീ വർദ്ധിപ്പിക്കുക എന്നാണ്. അതല്ലാതെ വേറെ പരിഹാരമല്ലല്ലോ അതിന്. നിസ്കാരത്തിന്റെ കാര്യം അങ്ങനെയാണ് സുഹൃത്തുക്കളെ. ഇനി നോമ്പാണെങ്കിലോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മയുള്ളതൊക്കെ നോറ്റ് വീട്ടാൻ പറ്റും. സക്കാത്തിന്റെ കാര്യം എങ്ങനെയെന്ന് അറിയുങ്ങൾ, നമ്മൾ മരിക്കുന്ന സമയത്ത് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹക്കായ സക്കാത്ത് എടുത്തതിന് ശേഷമേ അവന്റെ സ്വത്തും അനന്തരാവകാശികൾക്ക് വിഹിതം ചെയ്യാൻ പോലും പാടുള്ളൂ. അത്ര ഗൗരവമുള്ളതാണ് സക്കാത്ത്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും ശേഖരിച്ചു വെക്കുന്നവർ, തുമ്മലാ യുൻഫിഖൂനഹ, പിന്നെ അത് ചെലവഴിക്കാത്ത ആളുകൾ, അവർ നാളെ പരലോകത്ത് വരുമ്പോൾ അവരോട് പറയും, ഹാദാ മാ കനസ്തും ലിഅൻഫുസികും, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ശിക്ഷ കിട്ടാൻ സൂക്ഷിച്ചു വെച്ചതാണിത് എന്നാണ്. അതുകൊണ്ട് അനുഭവിച്ചോ എന്ന് പറയും. ഏത് ശമ്പളക്കാരനാ സുഹൃത്തുക്കളെ സക്കാത്ത് കൊടുക്കാനില്ലാതിരിക്കാം? ഏത് ഉദ്യോഗസ്ഥനാ സക്കാത്ത് കൊടുക്കാനില്ലാതിരിക്കാം? ശമ്പളത്തിന്റെ പകുതി ചെലവായി കൂട്ടിയാൽ പോലും ഒരു 40,000 റുപ്യ ഉണ്ടെങ്കിൽ 20,000 റുപ്യ ചെലവാക്കി കൂട്ടിയാൽ 20,000 റുപ്യ അവന് മെച്ചുണ്ടാവൂലേ? 12 × 20 എത്ര ഉണ്ടാകും? ഏകദേശം 2,40,000 രൂപയില്ലേ? 5,000 6,000 രൂപ എല്ലാ വർഷവും അവൻ സക്കാത്ത് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ടോ? അപ്പൊ ചില ആൾക്കാർ പറയും, നമ്മൾ കൊടുക്കണ സദക്ക, നമ്മൾ കൊടുക്കുന്ന എത്ര ദാനധർമ്മങ്ങൾ, അതൊന്നും ഇതിപ്പെടൂല സുഹൃത്തുക്കൾ. എത്ര മാത്രം തരങ്ങൾ. ഒരാളിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സംശയം ചോദിച്ചത് എന്താണ്, ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുത്തു, കുറേ കാലമായി അദ്ദേഹത്തോട് ചോദിക്കുന്നു, അപ്പത്തേക്കും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇന്നെ കൂടെ തരാൻ കഴിയൂല, ഞാൻ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് പറ്റണില്ല. അപ്പൊ ഇയാൾക്ക് എന്ത് ചോദിച്ചാൽ, ഇയാൾക്ക് സക്കാത്ത് കൊടുക്കാനുള്ള ആളാണ്. അപ്പൊ എന്നൊരു കാര്യം ചെയ്യും, ഇവൻ തരാനുള്ള സംഖ്യ ഉണ്ടല്ലോ അത്രയാണ് ഇപ്പൊ എനിക്ക് ഇക്കൊല്ലം സക്കാത്ത് കൊടുക്കാനുള്ളത്, എന്നാ ഞാനത് സക്കാത്തുക്കാണ്ട് പെടുത്തിയാലോ എന്ന്. അത് സക്കാത്തുക്ക് പെടുത്താൻ പറ്റൂല. സക്കാത്തുക്ക് പെടുത്താൻ പറ്റില്ല. സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് കടമായിട്ടാണ് കൊടുത്തത്, കൊടുക്കുന്ന സമയത്ത് തന്നെ സക്കാത്താന്നുള്ള നിയ്യത്ത് വേണം. കൊടുക്കുന്ന സമയത്ത് സക്കാത്താന്നുള്ള നിയ്യത്തുണ്ടെങ്കിലേ സക്കാത്താവുള്ളൂ. കടമായി കൊടുത്ത പണം ഇനി അയാൾ തിരിച്ച് തന്നിട്ട് പിന്നെ അയാൾക്ക് കൊടുക്കണം, അപ്പോഴേ പറ്റുള്ളൂ. അല്ലാതെ അത് സക്കാത്തുക്ക് കൂട്ടാൻ പറ്റൂല. ഇത്ര കണിശമായി പണ്ഡിതന്മാർ ഫത്വ പറയുമ്പോൾ സുഹൃത്തുക്കളെ, സക്കാത്ത് എന്ന നീയത്തോടുകൂടെ കണക്ക് കൂട്ടി കിഴിച്ച് ശതമാനം കണക്കാക്കി കൊടുത്തില്ലെങ്കിൽ തിന്നുന്നത് പോലും നിഷിദ്ധമായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ മാറിയിട്ടുണ്ട്, പക്ഷേ ഇത്രയൊരു കണിശത ഇസ്ലാമിലെ 5 കാര്യങ്ങളിലുണ്ടോ സുഹൃത്തുക്കളെ?
ഞാൻ കുറ്റപ്പെടുത്താൻ ചോദിക്കല്ല, ആത്മവിചാരണക്ക് മരിച്ചു പോണ്ടേ നമുക്കൊക്കെ? കുറെ ചെയ്തു എന്ന് പറഞ്ഞാൽ മതി പടച്ചവനോട്, കുറെ ചെയ്തിട്ടുണ്ട് പടച്ചു, കുറെ ചെയ്താ പോരാ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മരിച്ചു പോയാലേ അള്ളാഹു അവിടെ പ്രതിഫലം തരുള്ളൂ. വമൻ അറാദൽ ആഖിറ വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദൽ ആഖിറ, ആര് പരലോകത്തെ ഉദ്ദേശിക്കുകയും വസഅലഹാ സഅയഹാ വഹുവ മുഅ്മിൻ, വിശ്വാസിയായിക്കൊണ്ട് ആ പരലോകത്തേക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട വിധം ഒരാൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവിടെ പ്രവർത്തനങ്ങൾ നന്ദിയോടുകൂടെ സ്വീകരിക്കപ്പെടും. പരലോകത്ത് അല്ല സ്വീകരിക്കണമെങ്കിൽ അല്ല പറഞ്ഞ മാതിരി ജീവിച്ച് മരിച്ചു പോയാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, നിസ്കാരമുണ്ട്, ഹജ്ജിനടക്കം പോയി 7 ലക്ഷം കെട്ടി ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, നോമ്പ് ഒന്ന് കളായ നോമ്പ് നോറ്റ് വീട്ടിയിട്ടുണ്ട്, സക്കാത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ആരെങ്കിലും ചോദിച്ചു വരുമോ വീട്ടിലേക്ക് നമ്മുടെ സക്കാത്തിന്റെ വിഹിതം? ആരും ചോദിച്ചു വരില്ല സുഹൃത്തുക്കളെ. ഖബറിലേക്ക് ഇറങ്ങി കടന്നാൽ കണക്ക് പറയേണ്ടതാണ് ഈ സ്വത്ത്. അപ്പോ ചിലതൊക്കെ നമ്മൾ ഇപ്പോഴും വേണ്ട രൂപത്തിൽ പരിഗണിക്കാതെ പോകുന്നുണ്ട് എന്ന് പറയാനാണ്. എല്ലാ രംഗത്തും ഉണ്ട്. ഇസ്ലാം കാര്യങ്ങളുടെ രംഗത്തൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു സുഹൃത്തുക്കളെ. വിശ്വാസ രംഗത്തുണ്ട് ഞാൻ വെറുതെ പറയല്ല. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് കുറേ എന്നോട് തർക്കിച്ചു. നമ്മുടെ ആദർശങ്ങളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും കുറെ അവർ തർക്കിച്ചു. അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിലും അവർ പറഞ്ഞതിനൊക്കെ കൗണ്ടർ പറഞ്ഞ് മറുപടി പറഞ്ഞ് തർക്കിച്ചു. അപ്പൊ അവസാനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ ഓരോ വിശ്വാസുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവസാനം പിന്നെ ഉമ്മ എന്നെ വല്ലാതെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പോയി. എവിടെ പോയി? തങ്ങന്മാരത്ത് പോയി, മൂല്യമാരത്ത് പോയി. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരി, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? എന്തെങ്കിലും വല്ല അമലും ബാക്കിയുണ്ടോ? എത്രയോ വർഷങ്ങളായി ഇതൊക്കെ കേട്ട് പഠിച്ചിട്ടും നിങ്ങൾക്ക് ഈ തൗഹീദിന്റെ അടിത്തറ മനസ്സിലാകാതെ പോയില്ലേ എന്നാണ് ഞാൻ വെറുതെ പല സുഹൃത്തുക്കളെ. അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും ശേഷിക്കുന്നവരാണ് പല ആളുകൾ. മനസ്സിന്റെ ഉള്ളിൽ ആ ശിർക്കിന്റെ അംശങ്ങൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ ബാക്കി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ആർക്കും സംഭവിക്കൂലേ? ഉണ്ടല്ലോ റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് പറയണത്, നീ തന്നെ ശിർക്ക് ചെയ്താലും നിന്റെ അമലുകളൊക്കെ ബാത്തിലായി പോകുന്ന. മനസ്സിന്റെ ഉള്ളിൽ ആ വിശ്വാസമുണ്ട്. വിപത്തുക്കളും ബുദ്ധിമുട്ടുകളും മേൽക്ക് മേലെ വരുമ്പോൾ എന്തോ സംഭവിച്ചോ, ആരോ ചെയ്തോ, എന്തോ പറ്റിയോ, എന്നിട്ട് അതിനെന്തെങ്കിലും ക്രിയകളും കാര്യങ്ങളും ചെയ്യുന്ന ഒരു മനസ്സ്. കുട്ടികൾക്ക് വലിയ രോഗങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ, എന്തിന് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടാൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഒരു കറുത്ത വളയോ കറുത്ത കുപ്പായമോ ഇട്ട് കൊടുക്കാത്ത ആളുകൾ ആരുണ്ടായിരുന്നു? അത് എവിടുന്ന് കിട്ടിയതാ സുഹൃത്തുക്കളെ? എവിടെയെങ്കിലും ഉണ്ട്? നമ്മൾ പഠിച്ച ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ട്? കുട്ടിക്ക് പേരിടണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടിക്ക് വേണ്ടി അറുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ഉണ്ട് സുഹൃത്തുക്കളെ ഒരു കറുത്ത ചെരടിനെ കുറിച്ച്, കറുത്ത നൂലിനെ കുറിച്ച്, കറുത്ത വളനെ കുറിച്ച്? അരിയിലൊരു ചെരട് കടന്നോട്ടെ, അല്ലെങ്കിൽ ഒരു കറുത്ത വള കടന്നോട്ടെ, ഹോസ്പിറ്റലിലെ തൊറ്റു മുന്നിലെ കടയിൽ പോയിട്ട് ആദ്യം വാങ്ങിക്കൊണ്ടുവരുന്നത്, അള്ള തന്ന ആ കുട്ടിക്ക് ആദ്യം നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നത് എന്താ അറിയും? കറുത്ത കുപ്പായം. എന്താ കറുത്ത കുപ്പായത്തിന്റെ പ്രത്യേകത? ചൊറുക്കാണോ? അല്ല, കാവൽ കിട്ടാൻ ആ കുട്ടി. അത് എവിടുന്ന് കിട്ടിയതാ സുഹൃത്തുക്കളെ? ഇസ്ലാം എന്ന് കിട്ടിയതാ? മുസ്ലിങ്ങളിൽ നിന്ന് കിട്ടിയതാ? സ്വഹാബത്ത് നിന്ന് കിട്ടിയതല്ല, അന്യ മതസ്ഥരിൽ നിന്ന് കിട്ടിയതാണ്. അതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ വിശ്വാസം എവിടെ? നമ്മുടെ തൗഹീദ് എവിടെ? നിസ്കാരം കഴിഞ്ഞ് പറയുന്ന വാക്കെവിടെ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത് വലാ മുഅതിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖളൈത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത്, അല്ലാഹുവേ നീ തന്നതിനെ തടുക്കാൻ ഒരാളുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ തടുത്തതിനെ തരാനും ഒരാളുമില്ല. വലാ റാദ്ദ ലിമാ ഖളൈത, നിന്റെ വിധിയെ പ്രതിരോധിക്കാൻ നീ തീരുമാനിച്ചതിനെ തടുക്കാൻ ഒരാളുമില്ല. ഇതിനേക്കാളും വ്യക്തമായിട്ട് അള്ളാഹ് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനില്, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി. വഇയംസസ്കല്ലാഹു ബിദുർരിൻ, അല്ലാഹു നിനക്കൊരു ബുദ്ധിമുട്ടിനെ വരുത്താൻ വിചാരിച്ചാൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു,
അവനല്ലാതെ ആ ബുദ്ധിമുട്ടിനെ നീക്കിത്തരാൻ ആരുമില്ല. ഒരു നന്മ നിനക്ക് വരുത്തണമെന്ന് അവൻ തീരുമാനിച്ചാൽ അവന്റെ ഔദാര്യത്തെ തടുക്കുന്ന ഒരാളുമില്ല. തന്റെ അടിമകളിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് ബാധിപ്പിക്കും. അല്ല തന്നത് തടുക്കാൻ ആരെ കൊണ്ടും പറ്റൂല, അല്ല തരാത്തത് വാങ്ങിത്തരാൻ ആർക്കും പറ്റൂല. സുഹൃത്തുക്കൾ ആലോചിച്ച് നോക്കി, ഏറ്റവും അപകടം പിടിച്ചത് ഉമ്മാന്റെ വയറ്റിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിൽ കിടക്കലല്ലേ? ആ 3 കവറിന്റെ ഉള്ളിൽ ആ വെള്ളത്തിൽ കിടക്കണതല്ലേ ഏറ്റവും വലിയ അപകടം? അത് 9 മാസം 10 ദിവസവും ആരാ നോക്കിയത്? പടച്ചോനല്ലേ. ഇനി പുറത്തേക്ക് കിട്ടി സുരക്ഷിതമായി കിട്ടിയ പിന്നെ കാവലിൽ ഒരു കയറ് വേണോ, ഒരു കുപ്പായം വേണോ, ഒരു ചരട് വേണോ? വേണമെന്ന് മനസ്സ് പറയുന്നതെങ്കിൽ അവിടെ ഇപ്പോഴും കിടക്കുന്നുണ്ടാ ശിർക്ക്, ഇപ്പോഴും കിടക്കുന്നുണ്ടാ അന്ധവിശ്വാസം. അപ്പൊ പിന്നെ എവിടെ സുഹൃത്തുക്കളെ മാറിയത്? എവിടെയാണ് മാറിയത്? നാം ഒരാത്മവിശകലനം ചെയ്യണം. ഞാനിത് വെറുതെ പറയല്ല, നമ്മളാരും തൗഹീദ് അങ്ങനെ പഠിച്ചിട്ടില്ല. തൗഹീദ് 7 നിബന്ധനകളോടെ പഠിക്കണം എന്നാണ് പറയുന്നത്. 7 നിബന്ധനകളോടെ പഠിക്കണം തൗഹീദ്. സംശയം ഉണ്ടാവാൻ പറ്റൂല തൗഹീദിൽ. ഒരു സംശയം, ഒരു ശക്ക് ഉണ്ടാവാൻ പറ്റൂല ആളുകൾക്ക്. ഇപ്പൊ തൗഹീദിന്റെ വിഷയവും വിവാദങ്ങളും വന്നപ്പോൾ ആളുകൾ സംശയത്തിലായി. മുജാഹിദുകൾ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നു. മുജാഹിദ് പണ്ഡിതന്മാർ പരസ്പരം തൗഹീദിന്റെ കാര്യത്തിൽ വാദസംവാദങ്ങളിൽ ഏർപ്പെട്ടു. ഇതിന്റെ അർത്ഥം എന്താ? സംശയങ്ങൾ ഉണ്ടാവുകയാണ്. എന്തുകൊണ്ടാണ് സംശയം ഉണ്ടാവുന്നത്? തൗഹീദ് നേരെ പഠിക്കാത്തത് കൊണ്ടാണ് സംശയം ഉണ്ടാവുന്നത്. സുഹൃത്തുക്കളെ, ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മളിൽ നിലനിൽക്കുന്നു എന്നത് നമ്മൾ ഇനിയും മാറേണ്ടതുണ്ട് എന്നതിൻ്റെ സൂചനയാണ് യഥാർത്ഥത്തിൽ. ഇത് വിശ്വാസ രംഗത്തുണ്ട്. ഇനി ഏത് രംഗം നോക്കും നിങ്ങൾ, എവിടെ നമ്മൾ പഠിച്ചാലും അവിടെയൊക്കെ ദീനിൻ്റെ ഇനിയും കുറച്ചും കൂടെയൊക്കെ നമ്മൾ പഠിക്കാനും കുറച്ചും കൂടെയൊക്കെ നമ്മൾ മാറാനും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം. ഈ കുടുംബത്തിൻ്റെ കാര്യം, നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കി സുഹൃത്തുക്കളെ. സത്യം പറയുകയാണെങ്കിൽ ഒരു ഇസ്ലാമികമായ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇസ്ലാമികമായൊരു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ എല്ലാവരും ഇസ്ലാമിക മര്യാദ അനുസരിച്ചാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ പോകണുണ്ടോ? അങ്ങനെ പോകുന്നുണ്ടോ? കുടുംബജീവിതത്തിൽ നമ്മൾ ഇസ്ലാമികമായ മര്യാദകൾ അനുസരിച്ച് പോകുന്നുണ്ടോ എന്ന് ഒരാത്മപരിശോധന നടത്തിയെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ ആ ദീൻ നിലനിൽക്കുന്നുണ്ടോ എന്നാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമാണ് എന്ത്? ദീനിയായിട്ടുള്ളൊരു ബന്ധം. ഒരു ഭർത്താവിൻ്റെ നന്മ ഭാര്യയുടെ നന്മയിലാണ്, ഒരു ഭാര്യയുടെ നന്മ ഭർത്താവിൻ്റെ നന്മയിലാണ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജ്ജിന് ചെന്നപ്പോൾ ഹജ്ജിന് ചെന്ന് അവിടെ നിന്ന് എന്ത് ചെയ്തു പറയൂ, ഹജ്ജിന് കുറച്ച് തുണി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു തുണിക്കടയിൽ കയറുകയാണ്. ഹറമിൻ്റെ അടുത്തുള്ളൊരു തുണിക്കടയിൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ കയറിയപ്പോൾ എന്താ വെച്ചാൽ അവിടുത്തെ കച്ചവടക്കാരൻ ഉറക്കനെ ഇതിൻ്റെ മഹത്വങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഏത്? നല്ല തുണിയാണ്, നല്ല സാധനമാണ്, വാങ്ങിക്കോളിയും, ഇത് അത്ര വിലയുള്ളൂ ഇത്ര വിലയുള്ളൂ എന്നൊക്കെ അദ്ദേഹം ഹലഫ് ചെയ്ത് സത്യം ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല കച്ചവടക്കാരൻ്റെ ലക്ഷണമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അത് വാങ്ങാതെ പോയി. തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് വാങ്ങി. പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഹറമിൽ ഹജ്ജിന് വേണ്ടി വന്നു. അപ്പോൾ വന്നപ്പോൾ ഇതേ കച്ചവടക്കാരൻ അവിടെ ഉണ്ട്. അപ്പോൾ അയാൾ വിളിച്ച് പറയണമൊന്നുമില്ല, സത്യം ചെയ്ത് പറയണില്ല. അപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് ചോദിച്ചു, കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഇവിടെ കച്ചവടം? അന്ന് നിങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ സാധനത്തെക്കുറിച്ച് മധു പറയുകയും വിളിച്ചു പറയുകയും സത്യം ചെയ്ത് പറയുകയൊക്കെ ചെയ്തിരുന്നില്ല, ഇപ്പം എന്താ പറയാത്ത വെച്ചു. പറഞ്ഞു, അന്നുണ്ടായിരുന്ന ഭാര്യ മരിച്ചു പോയി എന്നാണ്. അപ്പം എന്തിയാ അവളെ പ്രത്യേകത? അവൾ പറഞ്ഞു, ഞാൻ എത്ര പൈസ കൊണ്ട് വൈകുന്നേരം ചെന്നാലും ഓൾക്കൊരു സമാധാനം കിട്ടൂല, ഇതുള്ളൂ എന്ന് അവൾ ചോദിക്കുക. എത്ര ഞാൻ അധികം ഉണ്ടായിരുന്നാലും അവളത് കുറച്ചായി കാണും, അവൾ എന്നെ കുറ്റം പറയാം. അപ്പോൾ ഓക്ക് മതിയാകാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം വൈകുന്നേരം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യണത് എന്നാണ്. ഇപ്പം എന്തേ? ഇപ്പം എൻ്റെ ഭാര്യ മരിച്ചു, ഞാൻ വേറൊരു വിവാഹം കഴിച്ചു. അവളെന്താ പറയാറ്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ വസ്ത്രമൊക്കെ പാടെ കൂട്ടിപ്പിടിച്ചിട്ട് അവൾ എന്നോട് പറയും, ഇവിടേക്കൊരു പൈസയും കൊടുന്നില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ ഹറാം കൊണ്ടുണ്ട് വരരുത് എന്നാ പറയും. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത ഒന്നുകൊണ്ടുണ്ട് വരരുത് എന്ന്. അപ്പം ആ കച്ചവടക്കാരൻ മാറിയത് എന്തുകൊണ്ടാണ്? ഭാര്യയുടെ മാറ്റമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ വീടാണ്, നമ്മുടെ കുടുംബമാണ്. പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും എല്ലാം ആ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. അത് മക്കളോടുള്ള പെരുമാറ്റമാണെങ്കിലും മാതാപിതാക്കളുടെ പെരുമാറ്റമാണെങ്കിലും മരുമക്കളോടുള്ള പെരുമാറ്റമാണെങ്കിലും അമ്മായിമ്മമാരോടുള്ള പെരുമാറ്റമാണെങ്കിലും അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ദീനില്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ ഈ ദീനുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇതിലൊന്നും മാറ്റമില്ലാത്തത്? ഇതിലൊന്നും മാറ്റമില്ലാത്തത് എന്താണ്?
അതിൽ മാറ്റം ഉണ്ടാവേണ്ടേ? അക്ബറുൽ കബായിർ അല്ലേ സുഹൃത്തുക്കളെ? മാതാപിതാക്കളെ വിഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ബറുൽ കബായിറാണ്. അക്ബർ മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ പാപം, മഹാപാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ് ഉഖൂഖുൽ വാലിദൈൻ. അപ്പൊ കുടുംബജീവിതത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പെരുമാറ്റങ്ങളിലും മര്യാദകളിലും ഒന്നും മാറ്റങ്ങൾ വരാത്തത്. അപ്പൊ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യയോട് മാന്യമായി പെരുമാറണമെന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നമ്മുടെ ഔദാര്യമല്ല. നാം വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ ചീത്ത വിളിക്കാൻ പറ്റുമോ? തെറി വിളിക്കാൻ പറ്റുമോ? തല്ലാൻ പറ്റുമോ? ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായി അവരോട് പെരുമാറണം എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. അല്ലാഹ് നോക്കും മാന്യമായി പെരുമാറിയോ എന്ന്. നാളെ പടച്ചോൻ ചെല്ലുമ്പോൾ ചോദിക്കും. ഇതൊക്കെ ദീനാണ്, ഇതൊക്കെ ദീനാണ്. ദീനിൽ ഇനിയും എനിക്കും നിങ്ങൾക്കും പല മാറ്റങ്ങളും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് സുഹൃത്തുക്കളെ. എല്ലാ കാര്യങ്ങളും വരണം. ഞാൻ പറഞ്ഞപ്പോൾ ഒക്കെ മാറിയുന്ന ആൾക്കാർ വരണത്. ഒരു കാലത്ത് നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. എവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ പോലും ഒക്കെ മക്കനിട്ട പെണ്ണുങ്ങൾ, എല്ലാ പെൺകുട്ടികളും നല്ല മക്കനൊക്കെ ഇട്ട് നല്ല ചുരിദാറൊക്കെ നല്ല ഇറക്കുള്ള ചുരിദാറൊക്കെ ഇട്ടായിരുന്നു. സുഹൃത്തുക്കളെ, എത്ര പെട്ടെന്നാണ് മാറിയത് നമ്മുടെ നാട്ടിലും ഗ്രാമത്തിലും ഒക്കെ. നിങ്ങൾ ഈ ബസ് സ്റ്റോപ്പിലൊന്ന് വന്ന് നോക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ഗ്രാമത്തിൽ ചെന്നാലും പാൻറ്റും കുപ്പായാണ് പെൺകുട്ടികൾ. നമ്മൾ പഠിച്ചിട്ട് എവിടെ എത്തിയത് സുഹൃത്തുക്കൾ? പാൻറ്റും കുപ്പായാണ്. അതെന്താ പാൻറ്റിൻ്റെ കോലം എന്നറിയങ്ങൾ? അത് കണങ്കാലിൻ്റെ മധ്യത്തിൽ നിൽക്കും, പാൻറ്റ് കയറി നിൽക്കും, ഇറങ്ങി നിൽക്കൂല. മനസ്സിലായി? പിന്നെ എന്താണ് ആ മഫ്ത? ചുരുണ്ട് 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 ഇപ്പോൾ ഉസ്താദുമാരെ തൊപ്പിയോലെ തലയിൽ മാത്രം പരിമിതമായി നിൽക്കുന്നിടത്തേക്ക് എത്തി സംഗതി. പറ്റ കുറഞ്ഞു കുറഞ്ഞു വന്നു. എന്നാൽ ഇതൊക്കെ ആരാണ്? നിങ്ങൾ തൊട്ട് ബാക്കിൽ നിൽക്കണ ഉമ്മയെ ഫുൾ പർദ നിക്കാബ് ഒക്കെ ഉണ്ട്. മുന്നിലിരിക്കുന്ന കുട്ടികളിങ്ങനെ. അപ്പൊ പറയും അത് ചെറിയ കുട്ടിയല്ലേ, അത് പ്രശ്നമല്ല, അത് പിന്നോട് ശരിയായിക്കോളും. നമ്മളിപ്പോൾ എന്താ കാട്ടുന്നത്? ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു. സുഹൃത്തുക്കളെ, പറഞ്ഞിട്ട് കാര്യമല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ലേ? നരകത്തിക്കല്ലേ സുഹൃത്തുക്കൾ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും? നമ്മൾ പഠിച്ച ദീനനുസരിച്ച് നരകത്തിക്കല്ലേ? ലാ യജിദുന റീഹഹ എന്നാണ്. സ്വർഗത്തിന്റെ വാസന കിട്ടൂല. സ്വർഗത്തിന്റെ വാസന കിട്ടാത്തതാണ്. അത്ര ഗൗരവമുള്ള കാര്യമാണ്. അത്ര ഗൗരവത്തോടെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. കാസിയാത്തുൻ ആരിയാത്ത്, ധരിച്ചവരാണ്, നഗ്നകളാണ്. അവിടെ ശിരോവസ്ത്രങ്ങളെ അവരെന്ത് ചെയ്യട്ടെ? മാറിടത്തിലൂടെ തൂക്കിയിടട്ടെ എന്നാണ്. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ധരിക്കേണ്ടത് ജിൽബാബാണ്. എല്ലാം ജിൽബാബാണ്. ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമാണ്. നമ്മുടെ പരിപാടിക്ക് വേണ്ടിയുള്ള ഒരു കലക്ഷൻ ഉണ്ട്, എല്ലാവരും സഹകരിക്കണം എന്ന് അറിയിച്ചിട്ട്. അപ്പോൾ ജിൽബാബാണ്, ശരീരം മുഴുവനും മറയുന്ന ജിൽബാബാണ് ധരിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെയാണ്. അയഞ്ഞ വസ്ത്രമാണോ ദേഹത്ത് ധരിക്കുന്നത്? സഹോദരങ്ങളെ, ദീനിലേക്കും അടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇനി വെറുതെ ഒന്ന് ആലോചിച്ചൊക്കെ ഞാൻ ആലോചിക്കണം. ഇതൊക്കെ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രതികളാണ് നമ്മളെല്ലാവരും. ഇതിലേതെങ്കിലുമൊക്കെ ഒരു ഉദാഹരണത്തിൻ്റെ ഭാഗം ആയിരിക്കും നമ്മളൊക്കെ. എന്താണ് നമുക്ക് മാറണ്ടേ? നമുക്ക് മാറണ്ടേ സുഹൃത്തുക്കളെ? നമ്മൾ എവിടേക്കാണ് കാത്തിരിക്കുന്നത്? എന്താണ് നമുക്ക് മാറാനുള്ള താമസം? എന്താണ് മാറാനുള്ള തടസ്സം? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് മാറാനുള്ള തടസ്സം, എന്താണ് മാറാനുള്ള താമസം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇതത്ര ഒരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല, ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. അതൊക്കെയാണ് പോയിക്കോളും, അതൊക്കെയാണ് കഴിഞ്ഞ് കടന്ന് പോയിക്കോളും എന്ന ഒരു തെറ്റിദ്ധാരണയില്ല സുഹൃത്തുക്കൾ. തെറ്റാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് അങ്ങനെയൊന്നും കടന്നു പോകില്ല. നമ്മൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നില്ലാണ് കാര്യം. ഒന്നെന്താ അറിയാം? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ അറിയാലോ, ഇന്നിപ്പോൾ പത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കൊടും ചൂടത്ത് ജോലിക്ക് പോയ 2 ജോലിക്കാർ എന്ത് ചെയ്തു? പെട്ടെന്ന് കുഴഞ്ഞു വീണ് അവർ മരിച്ചു. ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ഏത് സമയമാണ് കാത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ? രോഗം കാണാൻ ഹോസ്പിറ്റലിൽ വന്ന വ്യക്തി, രോഗിയുടെ കൂടെ ഹോസ്പിറ്റലിൽ വന്നാണ് ചികിത്സക്ക്. പക്ഷെ കൊണ്ടുവന്ന രോഗിയേക്കാളും മാരകമായ രോഗം അയാൾക്കാണെന്നാണ് ഡയഗ്നോസ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഈ അസുഖത്തിൻ്റെയും രോഗത്തിൻ്റെയൊക്കെ അപ്പുറത്ത് എന്താ ഉള്ളത് കാര്യങ്ങൾ? അപ്പുറത്തുള്ളത് സുഹൃത്തുക്കളെ, മരണത്തിൻ്റെ അപ്പുറത്തൊരു പുതിയ ജീവിതം. നമ്മളിപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു പോയിട്ട് നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ സമാധാനിക്കേണ്ട. ഏത് സമയത്തും ഏത് സെക്കൻഡിൽ നമ്മളെക്കാളും പ്രായം കുറഞ്ഞവർ പോയില്ലേ? നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാർ പോയില്ലേ സുഹൃത്തുക്കളെ? ഇതൊന്നും വയല് പറയുമ്പോൾ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്താനോ ഒന്നും പറയണതല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നാളെ ഈ വയലിന് നമ്മൾ കൂട്ടത്തിൽ വന്ന ഒരാളുടെ വീട്ടുമുറ്റത്ത് നമ്മൾ ഒരു മരണ വീട്ടിൽ ഒരുമിച്ച് കൂടേണ്ടി വന്നാൽ തീർച്ചയായും അപ്പോൾ നമ്മൾ ചിന്തിക്കും,
ഇന്നലെ അവിടെ വയലിന് വേണ്ടി വന്നിരുന്നല്ലോ, ഇന്നലെ അവിടെ ജുമയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ നോമ്പിന് തറാവീഹിൻ്റെ തൊട്ടടുത്താണല്ലോ നിന്നിരുന്നതെന്നാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെക്കുറിച്ചും പറയുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മളെ കയ്യിലല്ല. ആ മരണം എന്നത് നമ്മുടെ കയ്യിലല്ല. നിങ്ങൾ ഖുർആൻ എന്നുള്ള ഏതായത്തെടുത്ത് വായിച്ചു നോക്കിക്കോളി, മരണം നമ്മുടെ കയ്യിലല്ല. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ. മരണം തൊണ്ടക്കുഴിയിലെത്തിയാലേ നിങ്ങളിങ്ങനെ കണ്ണും തുറന്ന് നോക്കുന്നതാണ്. നിസ്സഹായമായി മനുഷ്യൻ നോക്കും. അപ്പോൾ മരിക്കുന്ന അയാളും പ്രതീക്ഷിക്കാതെയാണ് മരിക്കണതേ. അയാളും ഇനിയിപ്പോൾ രോഗത്തിൽ കടന്നാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ മരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പം ആ മരണം സമാഗതമാകുമ്പോൾ അതിൻ്റെ അനുഭവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ പിന്നെ നമ്മക്കൊന്നുമില്ല. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഞാൻ നിങ്ങളെ ഏറ്റവും അടുത്തുണ്ടായിരിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ കാണില്ല എന്നാണ്. പിന്നെ സുഹൃത്തുക്കളെ, അള്ളാൻ്റെ സാന്നിധ്യം മാത്രമേ ഞമ്മക്കുള്ളൂ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്, മരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞമ്മക്കാരുമില്ല, പടച്ചോൻ മാത്രമേ എന്ന് പറഞ്ഞാൽ തരും. ഒരാൾക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്തു തരാൻ പറ്റൂല. അതാണ് മരണം എന്ന് പറഞ്ഞാൽ. അള്ളാഹ്ക്ക് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെയുള്ള അവസ്ഥ എന്താ? തർജിഉ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. അങ്ങനെ മരിച്ചിട്ട് ഒരു വിചാരണക്കും ശിക്ഷക്കും ഒക്കെ നമ്മൾ വിധേയമാകില്ലെന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ ഇന്ന മരിക്കണ്ട, നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾ എന്നാ കുറച്ചു നേരം കൂടി നിങ്ങളുടെ ജീവനെ തടഞ്ഞു വെച്ച് ഇവിടെ തന്നെ നിൽക്കും. അതിൻ്റെ അർത്ഥം എന്താ സുഹൃത്തുക്കളെ? മരണം തീരുമാനമായാൽ ഞമ്മക്കൊന്നും ചെയ്യാല്ല, ഞമ്മക്കത് പോയി കൊടുക്കാനേ പറ്റൂ. ഞമ്മക്ക് പോയി കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അത് നമ്മളെല്ലാവരും ആലോചിക്കണം. അങ്ങനത്തെ ഒരു പോക്ക് നമുക്ക് സമാഗതമായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല ഒരു കാര്യമുള്ളത്. അതുകൊണ്ടാണ് തുടർച്ചയുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത്, മരിക്കലിന്റെ മുന്നേ അള്ളാഹുവുമായിട്ട് അടുപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആകെ രക്ഷക്കുള്ളൊരു മാർഗം എന്തുള്ളൂ? അള്ളാഹുവുമായി നമ്മൾ അടുപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പടച്ചോൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെട്ട ഒരാളാവണം. അത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ നിങ്ങളെയൊക്കെ കുറിച്ച് വേണമെങ്കിൽ നമ്മളൊക്കെ അത്ര കുഴപ്പക്കാരല്ല, നല്ല ആൾക്കാരാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ മുന്നിൽ നമ്മളെപ്പറ്റി ബാക്കിയുള്ളവർക്കൊക്കെ പറയാം. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ല ആളാണോ അല്ലേ എന്നത് നമുക്കറിയും. നമ്മൾ നല്ല ആളാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയും. അപ്പം ഒന്ന് പറയും, നമ്മുടെ എല്ലാ രാത്രിക്കും പകലിനും രഹസ്യങ്ങൾക്കും പരസ്യങ്ങൾക്കും എല്ലാം വാപ്പൺ കൊടുത്താൽ മതി. ആൾക്കാർ അങ്ങനെ കൈമാറിപ്പോയിക്കോളും. നടക്കും, എല്ലാവരും ഒന്നും ഇങ്ങനെ കൈമാറി കൊടുക്കാം. പിന്നെ അപ്പോൾ നമ്മൾ ഈ എന്താണ് അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ കണക്കൂട്ടും പോലെയല്ല സുഹൃത്തുക്കളെ ഉണ്ടാവണം. പിന്നെ നമുക്ക് നമ്മളുടെ കാര്യത്തിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുഖറഭാഗം അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ രഹസ്യം ഞമ്മക്കറിയാലോ. അപ്പോൾ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഈ കോലത്തിൽ ഞാൻ ചെന്നാൽ അള്ളാഹ് എന്നെ സ്വീകരിക്കും? ഇന്ന് രാത്രി പോയിട്ടൊന്ന് കടന്ന് ആലോചിക്കും. ആന്ന് മറുപടി ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കണ്ട, പേടിക്കണ്ട. ആന്ന് മറുപടി പറയാൻ ആത്മാർത്ഥമായി പറ്റുമെങ്കിൽ ഒന്നും പേടിക്കണ്ട. അല്ലാതെ പള്ളിക്ക് കൂടി ഇങ്ങനെ വരുന്ന ആൾക്കാർ അവിടെയൊക്കെ എല്ലാ വക്തിനും ഉണ്ടാകുന്ന ആളാണ്, ഓൻ കുഴപ്പമില്ലാത്ത ആളാണ് എന്നത് വെച്ചിട്ടല്ല സുഹൃത്തുക്കളെ പരലോകത്തെ തീരുമാനം. സുഖാനുഗ്രഹത്തിന്റെ സ്വർഗത്തിൽ കടന്നു കയറാമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും പെണ്ണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നതാണ്. അങ്ങനെ വിചാരിച്ച കാര്യമുണ്ടോ? നമ്മളങ്ങളെ ഉണ്ടാക്കിയത്, ഞാനാണ് നിങ്ങളെ ഉണ്ടാക്കിയത്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. അല്ല പറയും, നീ ആരാണെന്ന് എനിക്കറിയാം. ഇന്നഹു അലീമും ബിദാത്തിസ് സുദൂർ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവൻ അറിയും.
അലാ യഅലമു മൻ ഖലഖ്, സൃഷ്ടിച്ചവൻ അറിയാൻ കഴിയുകയില്ലേ? നിങ്ങളെ പടച്ചുണ്ടാക്കിയ പടച്ചോൻ അറിയാതെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് അള്ളാഹ് നമ്മളോട് ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ടേ മരിക്കണ സമയത്ത് അറിയും നമ്മൾ നല്ലോണാണോ അല്ലാത്ത ആളാണോ. മുഖറബീൻ, അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടിയവനാണെങ്കിൽ ഫറൗഹുൻ വറൈഹാനും വജന്നതു നഈം, മരിക്കുമ്പോ ആശ്വാസം, ഖബറിൽ സമാധാനം. ഇനി ഖബറിന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ നാളെ സ്വർഗത്ത് കണ്ട് പോകും. ഒന്നും പേടിക്കണ്ട. മരിക്കുമ്പോൾ ഉള്ള ബേജാറില്ല, പിന്നെ ഖബറിൽ ബേജാറില്ല, പരലോകത്ത് സ്വർഗം. അള്ളാഹ് ഉറപ്പ് തരികയാണ്. മുഖറബായോ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണോ നമ്മൾ? നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു നമ്മളെ സ്വീകരിക്കുമോ? വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ, വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ, അവർക്ക് സമാധാനം. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സമാധാനമേ ഉള്ളൂ. ഒരു ബേജാർന്ന് പറഞ്ഞ കാര്യം മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു മരണം എനിക്ക് സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ പറഞ്ഞതൊക്കെ പരിശോധിക്കണം. വിശ്വാസം ശരിയാണോ, കർമ്മം ശരിയാണോ, എൻ്റെ പ്രവർത്തനം ശരിയാണോ, ഡ്രസ്സ് ശരിയാണോ, സംസ്കാരം ശരിയാണോ, ഒക്കെ ശരിയാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആത്മാർത്ഥമായി പരിശോധിക്കും. എന്നാൽ കളവാക്കിയവനാണെങ്കിൽ, അള്ളാഹുവിനെ നിഷേധിച്ചവനാണെങ്കിൽ ചുട്ടുതിളക്കുന്ന പാനീയത്തിന്റെ വിരുന്നാണ് അവനുള്ളത്. കത്തിജ്വലിക്കുന്ന നരകത്തിലാണ് അവൻ കടന്നെരിയുന്നത്. ഇത് സത്യമായ ഉറപ്പുള്ള കാര്യമാണ്, ഇതിലാരും സംശയിക്കേണ്ടതാണ്. അപ്പോളേ ആൾക്കാരൊക്കെ നമ്മളെ പറ്റി നല്ലതൊക്കെ പറയും സുഹൃത്തുക്കളെ, കുഴപ്പമില്ല, ഓനന്നല്ലേ എൻ്റെ ആള്, അവൻ അതിൻ്റെ അധ്യക്ഷൻ ഓനല്ലേ, അതിൻ്റെ സ്വാഗതം പറഞ്ഞ ആൾ ഓനല്ലേ, പള്ളിൻ്റെ പ്രസിഡന്റ് കുറേ കാലം ഓനല്ലേ എന്നൊക്കെ പറയുന്നത് കൊണ്ട് അവിടെ അംഗീകരിക്കപ്പെടൂല. അവിടെ ഹൃദയമറിയുന്ന അള്ളാഹുവിന് ബോധ്യപ്പെടണം നമ്മൾ കുഴപ്പക്കാരനല്ല. അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ സുഹൃത്തുക്കൾ എങ്ങനെയൊന്നും ആകാൻ പറ്റൂല. സദാചാര രംഗത്ത് അതിനു മാത്രം പ്രശ്നങ്ങളുണ്ട് സുഹൃത്തുക്കൾ, അതിന് മാത്രം പ്രശ്നം. പണ്ട് കാലത്ത് എങ്ങനെ രംഗങ്ങൾ, ഈ ഒഴിഞ്ഞു കിടക്കുന്ന പഴയ കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ ഷെഡുകൾ, അതേപോലെ ആൾ താമസമില്ലാത്ത പഴയ സ്ഥലങ്ങൾ, അവിടെയൊക്കെ പോയിട്ട് ആൾക്കാരെന്ത് ചെയ്യുന്ന രംഗങ്ങളും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ബ്ലൂ ഫിലിം കണ്ടിരുന്നു, ഫോൺ അശ്ലീല വീഡിയോകൾ കണ്ടിരുന്നു, അല്ലെങ്കിൽ മെമ്മറി കാർഡ് കൊണ്ടുപോയിട്ട് ഒക്കെ കണ്ടിരുന്നു. എത്ര ബുദ്ധിമുട്ടി കാണണം എന്നറിയും അന്നത്തെ കാലത്തൊക്കെ. അതൊക്കെ പിന്നെ പോലീസുകാർ പിടിച്ചിരുന്നു, അങ്ങനത്തെ ഫിലിമുകളുടെ പ്രദർശനങ്ങൾ പിടിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല സുഹൃത്തുക്കളെ. തൊട്ടപ്പുറത്ത് ഭാര്യ കടന്നുറങ്ങുമ്പോൾ ഫോണെടുത്ത് കാണുകയാണ് തോന്നിയാസങ്ങൾ. മനസ്സിലായി? വളരെ മാന്യനായി ബാത്റൂമിലേക്ക് ഫോണുമായി പോയിട്ട് അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം, നമ്മൾ ആളുകളില്ലാത്ത സ്ഥലത്ത് വണ്ടി ഇങ്ങനെ ബൈക്ക് മെല്ലെ റോഡ് സൈഡിലേക്ക് നിർത്തിയിട്ട് മൂപ്പരെന്തോ കാര്യമായി ഫോൺ ചെയ്യുകയാണെന്നുള്ള നിലക്ക് നിന്നിട്ട് നമ്മൾ ആ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ തോന്നിയാസങ്ങൾ കാണുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് സിനയാണത്, വ്യഭിചാരം. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീലാ. വ്യഭിചാരത്തിൻ്റെ അടുത്ത് പോകരുത്, ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹ് പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ ചെയ്യാണ് ആളുകൾ. ആര്? നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർ, നോമ്പ് വിൽക്കുന്ന ആൾക്കാർ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് ഇതൊക്കെ ചെയ്യണത്. ഞാൻ ഇതൊക്കെ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇത് ചെയ്യണമല്ല. പക്ഷെ അങ്ങനത്തെവർക്കും ഇന്ന് ചെയ്യാൻ സാധിക്കുന്ന രൂപത്തിൽ തിന്മകൾ അടുത്താണുള്ളത്. അപ്പം പറഞ്ഞാൽ ഇതിന്നൊക്കെ മാറേണ്ട സുഹൃത്തുക്കളെ. ഈ മനസ്സോടുകൂടെ, ഈ വിചാരത്തോടുകൂടെ മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാകുക? അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് മാറണം, എന്തുകൊണ്ട് ദീനിനെ ഗൗരവത്തോടെ പഠിക്കണം, എന്തിന് നമ്മൾ ഈ പോരായ്മകൾ പരിഹരിക്കണം എന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് മരിച്ചു പോകണം. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കൾ. നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റില്ല. ഖബറിന്നൊക്കെ നമ്മളിന് പൊന്തി വരും. അങ്ങനെ ഖുർആന്റെ പ്രയോഗം. ധൃതിപ്പെട്ടുകൊണ്ട് ഖബറുകളിൽ നിന്ന് പുറത്തേക്ക് വന്നവർ ഓടും. كأنهم إلى نصب يوفضون خاشعة أبصارهم ترهقهم ذلة ذلك اليوم الذي كانوا يوعدون. പേടിച്ചാകെ താഴ്മ കാണിച്ച്, വിനയം കാണിച്ച്, ബേജാറായി ഓടി വരും. ആ ഓട്ടം ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? ഞാൻ പരലോകത്തിൽ വിശ്വസിക്കാത്തവനാന്ന് പറഞ്ഞതുകൊണ്ട് ഒരുത്തര് കബർന്ന് പുറത്ത് കയറാതാക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ?
ഇതൊക്കെ അതിൻ്റെ സമയക്രമത്തിലും കൃത്യതയോടുകൂടിയും എല്ലാം നടക്കും. അങ്ങനെ നടക്കുന്നിടത്ത് ഞാനും നിങ്ങളും എവിടെയെങ്കിലും ഒരിടത്തുണ്ടാകും. അവിടെ രക്ഷപ്പെടണമെങ്കിൽ സുഹൃത്തുക്കളെ ദീന് പൂർണ്ണമാകണം, കർമ്മങ്ങൾ പൂർണ്ണമാകണം, വിശ്വാസം പൂർണ്ണമാകണം, എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമാണ്. പിന്നെന്താ അറിയോ, നമ്മളൊന്നും ജയിച്ചു പോകില്ല. ഈ ഉള്ളിക്കൂടി ഈ പരിപാടികളൊക്കെ നടത്തി നമ്മളിങ്ങനെ പുറത്തൊരു പുറംപൂച്ചായിട്ട് നടന്ന് അംഗീകാരവും സർട്ടിഫിക്കറ്റും വാങ്ങിപ്പോണത് തോനക്കാലം പോകില്ല സുഹൃത്തുക്കളെ, അധികം പോകില്ല. എല്ലാ ദുരന്തങ്ങളും വരും. ഞാനത് പ്രത്യേകം പറയാൻ കാരണം ഇപ്പം അടുത്ത കാലത്തായിട്ട് ഇന്ത്യയിൽ അടുത്ത് കുറേ ചെറുപ്പക്കാരാണ്, 25, 23 വയസ്സുള്ള ചെറുപ്പക്കാരാണ് കാര്യമായി ഫോൺ ചെയ്യുന്നതും വിളിക്കുന്നതൊക്കെ. സാധാരണ സ്ത്രീകളായിരുന്നു കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ സ്ത്രീകളല്ല, ഇപ്പോൾ ഈ ചെറുപ്പക്കാരാണ്. പലരും തെരഞ്ഞു വരിക, നമ്മോട് ചോദിക്കാതെ വന്ന് പള്ളിക്ക് ചെന്നാൽ അവിടെ ഉണ്ടാവും, കോളേജിൽ ചെന്നാൽ അവിടെ ഉണ്ടാവും. ഇപ്പം എന്താണ് ഇവിടെ പ്രശ്നം, എന്താ പ്രശ്നം? ഈ 10-14 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഈ വൈകാരികമായ ചിന്തകൾ വരും, അശ്ലീല ചിന്തകൾ വരും. അപ്പോൾ ഈ 14 വയസ്സായൊരു കുട്ടിൻ്റെ മനസ്സിൽ ഇത്തരം അശ്ലീല ചിന്തകൾ ഉണ്ട് എന്ന് ഒരു വാപ്പക്കും മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു ഉമ്മക്കും മനസ്സിലാക്കാൻ പറ്റില്ല, ഒരു ഉസ്താദുമാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക നിങ്ങൾ, ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ പോകും. ഇവരിതിങ്ങനെ വേണ്ടാത്തത് കാണുന്നുണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ സ്വകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ഇതാരും നിയന്ത്രിക്കാനില്ലാതെ എന്താ ഉണ്ടാവുക നിങ്ങൾ, ഇവർ ഇതിൻ്റെ ആൾക്കാരായിട്ട് മാറുകയാണ്. ഇതിൻ്റെ ആൾക്കാരായിട്ട് മാറിയിട്ട് പിന്നെ ഇങ്ങനെ ഒരു 5-8 വർഷം ഇങ്ങനെ കഴിഞ്ഞ് ഒരു 10-21 വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 6-7 കൊല്ലം 5-8 കൊല്ലമൊക്കെ ഇതിങ്ങനെ ചെയ്ത് അവസാനം എന്താ പറയുക, ശരീരവും മനസ്സും അങ്ങോട്ട് തകരാറാവുക. ഒരേ സമയത്ത് ശരീരത്തിനും രോഗം, മനസ്സിനും രോഗം. ഞാനിത് പറയുമ്പോൾ വന്നിരിക്കുന്ന പയ്യന്മാരുടെയൊക്കെ മുഖവും ശരീരമൊക്കെ എനിക്കെൻ്റെ മനസ്സൊക്കെ വരും. അപ്പം അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഉമ്മാർ വിളിച്ച് പറയും എന്താ അവന് പറ്റിയെന്ന്, ഞങ്ങൾക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, മകൻ എന്തിന് എൻജിനീയറായി ഖത്തറിലോ ഏതോ ഗൾഫ് നാട്ടിൽ അവൻ പോയി, അവിടെ ചെന്നിട്ട് നല്ലൊരു ജോലി, കാരണം അതിന് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് ഇവൻ എന്താ നിങ്ങൾ റൂമിൽ നിന്ന് 2-3 ദിവസമൊക്കെ ജോലിക്ക് പോയി, പിന്നെ ജോലിക്ക് പോകില്ല. കാരണം പിന്നെ ജോലിക്ക് പോകാൻ കഴിയൂല. ഇവൻ്റെ അടുത്തൊരു ദുശ്ശീലമുണ്ട്, ആ ദുശ്ശീലം ചെയ്ത് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. രാത്രി ഉറങ്ങാതെ ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കുക, ഈ വേണ്ടാത്തരം ചെയ്തുകൊണ്ടിരിക്കുക, ഇതാണ്. അപ്പോൾ ജോലിയാണ്, ഗൾഫിലെ ജോലി പറഞ്ഞാൽ ടൈം വളരെ കറക്റ്റായിരിക്കും. ഉറങ്ങാനുള്ള കുറഞ്ഞ സമയം കഴിച്ച് ബാക്കിയൊക്കെ ജോലി ഉണ്ടാവും. അപ്പോൾ ഒരു നിർബന്ധിതമായ ജോലി ചെയ്യേണ്ടി വന്നു നോക്കുമ്പോൾ ഇവൻ്റെ ഈ ദുശ്ശീലവും ജോലിയും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പം ജോലിക്ക് പോകാതെയായി. അങ്ങനെ നല്ലൊരു ജോലി കിട്ടിയ ഒരാളെ കുറഞ്ഞ ദിവസം കൊണ്ട് അവൻ എന്ത് ചെയ്തു വെച്ചാൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനി ചികിത്സയ്ക്കാണ്. അപ്പോൾ എൻജിനീയറാക്കാൻ നമുക്ക് പറ്റും, ഗൾഫിൽ ജോലി വാങ്ങിക്കൊടുക്കാൻ പറ്റും. പക്ഷേ സുഹൃത്തുക്കളെ, ഈ ദുശ്ശീലങ്ങളിൽ അടിമയായ ആളുകളെ മാറ്റിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവർക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പം ഞാൻ പറഞ്ഞത്, എന്ത് തിന്മയാണെങ്കിലും ആ തിന്മ ഒരിക്കൽ നമുക്കൊരു മഹാവിപത്തായി വരും. ഏത് തെറ്റുകളാണെങ്കിലും ആ തെറ്റ് ഒരു സന്ദർഭത്തിൽ നമ്മളിലേക്ക് വരും. അത് മനസ്സിൽ ഏതെങ്കിലും ഒരു അന്യ ആണിനോടൊരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ അന്യ പെണ്ണിനോടൊരു ഇഷ്ടം തോന്നി, ഇതൊക്കെ അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ അതൊക്കെ എന്തെങ്കിലും നമുക്കൊരു വിപത്തായി, ഒരു ബുദ്ധിമുട്ടായി, ഒരു വിഷമമായി എന്തെങ്കിലും നമുക്ക് വരും. അത് അല്ലാഹ് പറഞ്ഞതാണ്, ആരാണോ എൻ്റെ സന്മാർഗത്തെ പിൻപറ്റുന്നത് അവന് വഴി തെറ്റിപ്പോല, അവൻ കഷ്ടപ്പെടേണ്ടി വരൂല. അല്ലാഹ് തോൽക്കൂല സുഹൃത്തുക്കളെ, നമ്മളെ തോൽക്കുള്ളൂ. അതുകൊണ്ട് എന്താണോ വ്യക്തമായി അല്ലാഹ് വിരോധിച്ചു എന്ന് നമുക്ക് ഉറപ്പുള്ള എന്തെങ്കിലും പരിപാടിയേറ്റ് നമ്മൾ പോണുണ്ടെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും, നമ്മൾ അപമാനിക്കപ്പെടും, നമ്മൾ മഹാദുരന്തങ്ങളിൽ കരകയറാനാവാതെ അകപ്പെടും. അല്ലേ? ഈ പലിശക്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ, ലോൺ എടുക്കുന്ന ആൾക്കാരൊക്കെ എന്താ വിചാരിച്ചത്, 3000 ഉറുപ്പ്യല്ലേ മാസം അടച്ചു പോകാലോ, അല്ലേ? 3000 ഉറുപ്പ്യല്ലേ മാസം അടച്ചു പോകാലോ, വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇപ്പം EMI ചേരുന്ന ആൾക്കാരുണ്ട്, 50 ഉറുപ്പ്യ 100 ഉറുപ്പ്യ ദിവസം കൊടുത്ത് എന്താ ആ അടക്കാം, പ്രശ്നമില്ല. എന്നിട്ട് എങ്ങനെ അടക്കാന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പിന്നെന്തിനാ കഷ്ടപ്പെട്ടു പോയി മരിക്കേണ്ട ഒരു അവസ്ഥയാണ്, ജപ്തിയാണ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് എന്തിനാ അവർ പള്ളിക്കൊക്കെ വരുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് അവർ ജീവകാരുണ്യ പ്രവർത്തന ആൾക്കാർക്ക് വരുന്നത്? കയ്യൂല സുഹൃത്തുക്കളെ. അങ്ങനെ അല്ലാഹ് വിരോധിച്ച ഒരു ഹറാമിലൂടെ നമ്മൾ വീടുണ്ടാക്കുമോ? നമ്മൾ കച്ചവടക്കാരനാകുമോ? നമ്മൾ മുതലാളിയാകുമോ? അത് ഉണ്ടാവില്ല. ഞാനൊരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ ക്ലിപ്പിട്ട് ഒരാൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കൂലേ, ഈ പരീക്ഷക്കൊക്കെ എടുത്തിട്ടും കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ വലിയ മുതലാളിമാരാവണില്ലേ എന്നോട് ചോദിച്ചു. ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ മുതലാളിയായി കണ്ടേക്കാം. പക്ഷെ സുഹൃത്തുക്കൾ, അതിലൊന്നല്ല ബർക്കത്ത്. എന്തിനാ പണം ഒരു സുഖ സമാധാന ജീവിതം അതുണ്ടാവില്ല, അതില്ലാന്നാ പോലെ.
ബാങ്കിൽ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വന്ന് കടന്നിട്ട് വല്ല കാര്യമുണ്ട് സുഹൃത്തുക്കളെ? സമാധാനം സന്തോഷം തൻ്റെ വീട്ടിലും കുട്ടികളിലും മക്കളിലും ഇല്ലെങ്കിൽ എന്താ ജീവിതം? അത് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ഹലാലും തൊയ്യുമായത് തിന്നണം, ഭക്ഷിക്കണം. അപ്പോൾ പടച്ചോനെ തോൽപ്പിക്കണം വിചാരിക്കരുത്. അള്ള നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എത്ര ഉമ്മമാരാണ്. എനിക്ക് സങ്കടം. ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം അവളെ ആഗ്രഹം കൊണ്ട് പൈസ കയ്യിൽ 60 ലക്ഷം ലോൺ എടുത്തിട്ടാണ് അവളെ ഡോക്ടറാക്കാൻ കൊണ്ടുപോയി പഠിപ്പിച്ചത്. മനസ്സിലായി? ഒക്കെ പഠിപ്പിച്ചു. അങ്ങനെ പഠിപ്പിച്ച് ഡോക്ടറായാൽ ദുനിയാവിലെല്ലാമായി എന്നല്ലേ മാതാപിതാക്കൾ വിചാരിച്ചത്? എന്താ സംഭവിച്ചറിയോ? അവൾ പഠിക്കാൻ പോയ സ്ഥലത്തുനിന്ന് കോഴ്സ് പൂർത്തിയാക്കി വീട്ടിലെത്തുമ്പോൾ അവൾ പറയണത് എന്താ അറിയോ? അവൾക്ക് കോഴ്സിൽ കൂടെ പഠിച്ച ഒരു പയ്യനുണ്ട്, അവനെ തന്നെ കല്യാണം കഴിക്കണം. അപ്പം ഇവർക്ക് അത്ര വലിയൊരു ദീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഉടനെ അവനെ പറ്റി അന്വേഷിച്ചു. അവളെ കൂടെ പഠിച്ചതാവുമ്പോൾ എന്തായാലും മെഡിക്കൽ കോളേജിൽ പഠിച്ചത് ആ ഡോക്ടർ തന്നെ ആവുമല്ലോ. അപ്പം അവനെ കുറിച്ച് പഠിച്ചു നോക്കുമ്പോൾ അവൻ പരീക്ഷകളിലൊക്കെ തോറ്റ് എല്ലാ കോളേജിലെ കച്ചറയിലും ജീവിക്കണ ഒരു വളരെ മോശപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം ആ സ്ത്രീ എന്നോട് പറയാണ്, ഞങ്ങളിപ്പോൾ 60 ലക്ഷമൊക്കെ ലോൺ എടുത്ത് ഇവളെ പഠിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ആ പൈസയും അവളെ MBBS മുഴുവൻ അങ്ങോട്ട് പോക്കറ്റ് അടിച്ച് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഓളെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഞങ്ങൾ വിചാരിച്ചത്. ഓർക്ക് നല്ലൊരു ജീവിതം അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുമോ? അതും കിട്ടൂല. ഇനി എന്താ ഞങ്ങൾ ചെയ്യാന്നാണ്? എന്താ ഞങ്ങൾ ചെയ്യാന്ന്? എത്രമാത്രം വെച്ചാൽ അവളെ ഒരു ഉപദേശം കൊടുക്കാൻ വിളിച്ചാൽ പോലും അവളെ കൊണ്ടുവരാനുള്ള കഴിവും സ്വാധീനവും മകളുടെ മേലിൽ ആ രക്ഷിതാക്കൾക്കില്ല. അപ്പം എന്തെന്ന് ആലോചിച്ചൊക്കെ നിങ്ങൾ? ഇതൊക്കെ നമുക്ക് തോൽപ്പിക്കാന്നാണ് വിചാരിക്കണത്. നമ്മൾ ആരെ തോൽപ്പിച്ചു? അള്ളാഹിനെ നമുക്ക് തോൽപ്പിക്കാൻ അല്ലാഹ്. ഭൂമിയിൽ അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റൂല. അതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആർക്കും പറ്റൂല. അവസാനം എന്ത് ചെയ്തു? കീഴ്പ്പെടുകയാണ്. എന്നിട്ടിപ്പോൾ എന്താ അന്വേഷിക്കണത്? ദീനിൻ്റെ വല്ല ഉപദേശങ്ങളും കൊടുത്ത് അവളെ മനസ്സ് മാറ്റാൻ പറ്റൂ, ഞങ്ങളെ കുട്ടീനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ എന്ന് കരഞ്ഞിട്ടാണ് ആ ഉമ്മ വിളിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. ഞാൻ നിങ്ങളോട് പറയുന്ന സുഹൃത്തുക്കളെ, എവിടെയെങ്കിലും ഒരു അണ്ണുക്കിട അള്ള പറഞ്ഞോടത്ത് നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതനുഭവിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. വലനുദീകന്നഹും അദാബൽ അദ്നാ ദൂനൽ അദാബൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. വലനുദീകന്നഹും, അവരെ നാം അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അദാബൽ അദ്നാ ദൂനൽ അദാബൽ അക്ബർ, നാളെ പരലോകത്തെ വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷകൾ നാം അവർക്ക് കൊടുക്കും. ലഅല്ലഹും യർജിഊൻ, അവർ തിരിച്ചു വരുന്നതിന് വേണ്ടി. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദങ്ക, എന്റെ കൽപ്പനകളെ ആരവഗണിച്ചുവോ അവന് കുടുസായ ഒരു ജീവിതം ഉണ്ടായിരിക്കും. അപ്പൊ തിരിച്ചു വരികയാണ് സുഹൃത്തുക്കൾ നല്ലത്. തിരിച്ചു വരിക നല്ലത്. ഈ മഴയ്ക്ക് അങ്ങനെ അല്ലാതെ ആവുമ്പോഴേ നമ്മൾ ആലോചിക്കണം. വേനൽക്കാലത്ത് വല്ലാതെ ഒന്നും മഴ പെയ്യൂല, എന്നാലും ഈ ചൂട് ശക്തമാകുമ്പോൾ ഇടക്കോര വേനൽ മഴ കിട്ടില്ലേ സുഹൃത്തുക്കളെ? മഴ പെയ്യാതിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. മനസ്സിലായില്ലേ? മഴ തടയപ്പെടുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞതും മഴയ്ക്ക് വേണ്ടിയുള്ള ഖുതുബയിൽ പറഞ്ഞതും പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാനാണ്. മഴ പെയ്യിക്കണത് ആരെ മേലക്കാ സുഹൃത്തുക്കളെ? ആരെ തലയിക്കാണ് ഈ മഴ പെയ്യുന്നത്? അള്ളാഹുവിനെ അവഗണിച്ചും അള്ളാഹുവിനെ ധിക്കരിച്ചും ജീവിക്കുന്നവരുടെ മേലെ ഈ മഴ പെയ്യുമോ? നാം ആലോചിക്കണം. ഇസ്തിഗ്ഫാറാണ് പരിഹാരം. അള്ളാഹുവിലേക്ക് മടങ്ങുക. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ആകാശം പെയ്യും, മഴ പെയ്യും, അവിടെ മേൽ കോരിച്ചെരിയുന്ന മഴ വരും. നിങ്ങൾ പാപമോചനം തേടിയെന്നാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നന്നായി. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ ജനതയോട് പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് മക്കളിൽ ബർക്കത്ത് തരും, നിങ്ങളുടെ സമ്പത്തിൽ വർധനവ് തരും. അവിടെ സുഹൃത്തുക്കളെ നമ്മൾ മാറണം. മാറി എന്ന് പറഞ്ഞാൽ പോരാ, മാറിയതുപോലെ അഭിനയിച്ചാൽ പോരാ, നമ്മൾ മാറണം. അപ്പോഴേ മനസ്സറിയുന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കരുണാ കടാക്ഷങ്ങൾ ഇറങ്ങും. അല്ലെങ്കിൽ നമ്മൾ തന്നെ തോൽക്കുക, അവസാനം നമ്മളെ തോൽക്കുള്ളൂ, അള്ള തോൽക്കൂല സുഹൃത്തുക്കൾ. എല്ലാ കാര്യവും. അപ്പം എന്തുകൊണ്ട് മാറണം? ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് മാറണം? നമ്മൾ മാറിയെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ, മാറാതെ നമുക്ക് രക്ഷയില്ല. നിങ്ങൾ ആലോചിച്ച സുഹൃത്തുക്കൾ, എന്തൊരു സമാധാനത്തിലും എന്തൊരു സുഖത്തിലും ഇവിടെ ജീവിക്കാന്ന് നിങ്ങൾക്ക്. ഈ ദീൻ അള്ളാഹു നമുക്ക് തന്ന സ്ഥിതിക്ക് എത്ര സമാധാനത്തിലും എത്ര സന്തോഷത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ലാതെ. ഒന്നാമത് കാര്യം എന്നാൽ ഈ ദീൻ അനുസരിച്ച് പോകണോന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ? മനസ്സമാധാനമാണ്.
അപ്പം മനസ്സമാധാനം ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളി, നമ്മളെ ദീനിന് എവിടെ ചോർച്ച പറ്റിക്കണു. അത് ദീനുള്ളവൻ അള്ള വാഗ്ദാനം ചെയ്യുന്ന കാര്യമാണ് മനസ്സമാധാനം. ആ മനസ്സമാധാനം നമുക്കില്ലെങ്കിൽ എവിടെയോ നമുക്ക് തകരാറ് പറ്റിയിട്ടുണ്ട്. നബിനോട് ചോദിച്ചില്ല എന്താണ് ബിർറ്, എന്താണ് ഇസ്മ, എന്താണ് പാപം, എന്താണ് പുണ്യം. മഹാക്കഫി സ്വദരി വകരിഹിത്ത അനിയത്തലി ആലേഹിന്നാസ്. ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്തതിനെ മനസ്സിൽ ചോർച്ചിലുണ്ടാക്കണം. തെറ്റുകൾ ചെയ്യുന്ന ഒരാൾക്ക് സമാധാനത്തോടെ രാത്രി പോലും ഉറങ്ങാൻ പറ്റില്ല. പാപങ്ങളിൽ നിന്ന് മുക്തമായാലേ സമാധാനത്തോടെ, ഇത്ര സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ എന്തിന് നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൻ്റെ സമാധാനവും സുഖവും നമ്മൾ നഷ്ടപ്പെടുത്തണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കുടുംബജീവിതം, ദാമ്പത്യം എല്ലാതും നമുക്ക് ഒരു ദീനനുസരിച്ച് പോകുമ്പോൾ ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ കൂട്ടായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ദീനിൻ്റെ കാര്യങ്ങൾ അടിസ്ഥാനപരമായി പഠിക്കാൻ ശ്രമിക്കാം. അത് പഠിക്കാനുള്ള അവസരങ്ങൾ, ക്ലാസ്സുകൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ശരിക്ക് പഠിക്കാൻ, വെറുതെ ക്ലാസ്സിന് പോകുന്നുണ്ട് പറയാനല്ല, അതൊക്കെ ശരിക്കും വ്യക്തമായും അത് അടിസ്ഥാനപരമായി പഠിക്കാം. ആ മാറ്റം കൊണ്ടേ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. ഞാൻ പറയാം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഇനി നമുക്കൊരു പ്രതീക്ഷ. ഇപ്പോൾ വെക്കേഷൻ ക്ലാസ്സുകൾ വരും, സമ്മറൈസ് പോലുള്ള വെക്കേഷൻ ക്ലാസ്സുകൾ വരും. നമ്മളിനി കുട്ടികളെ പറഞ്ഞയക്കണം. കാരണം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. കാരണം കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് ആലോചിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ലല്ലോ സുഹൃത്തുക്കളെ. ഞങ്ങൾ ഈ കുട്ടിക്ക് ക്യാമ്പ് എടുക്കുമ്പോൾ ഓലെക്കൊണ്ട് ചോദ്യങ്ങൾ എഴുതി വാങ്ങും. അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണോ പടച്ചോനെ ഇവരെ മനസ്സ് കിടക്കണത് എന്നാണ്. ഓരോ മനസ്സ് ശരിക്കും യുക്തിവാദികളുണ്ട്, ദൈവനിഷേധികളുണ്ട്, ലിബറലുകളുണ്ട് നമ്മുടെ വീടിനുള്ളിൽ, നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ. അവരെ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്രാവശ്യം കോഴിക്കോട് വെച്ച് പ്രോഫ്കോൺ കഴിഞ്ഞു. പ്രോഫ്കോൺ സമാപനം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ പുറത്ത് ആ കുട്ടികൾ പോണ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഓരോ കുട്ടികൾ വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ ആ കുട്ടികൾ പറയാണ്, ഞാൻ ശരിക്കും ഒരു നിരീശ്വരവാദിയായിട്ടാണ് ഇവിടെ വന്നത്, പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര മാറ്റാനുണ്ടായത്. ഇനിയും കുറേ സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവർ നമ്പർ വാങ്ങുന്നു, നിരന്തരം ബന്ധപ്പെടുന്നു, ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് കുട്ടികളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടൂല സുഹൃത്തുക്കളെ. ഭാവിയിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കിട്ടൂല. നമ്മൾ ആലോചിക്കണം, നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ശരിക്കും അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. അതുകൊണ്ട് ദീൻ ശരിയായ രൂപത്തിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു 10, 14, 15 വയസ്സായ പെൺകുട്ടികൾക്ക് അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവർക്കൊരു 1 ഡേ ക്യാമ്പൊക്കെ വെച്ച് എന്താണ് വിവാഹം, എന്താണ് ജീവിതം എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ക്ലാസ്സും കാര്യങ്ങളും അവർക്ക്, ഇതൊക്കെ ഒരു മഹലിന് കീഴിൽ നമ്മൾ സംഘടിപ്പിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. തീർച്ചയായും ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയണില്ല, എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്നു. ഇപ്പോൾ റേഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, 4 ലക്ഷത്തിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത്, 4 ലക്ഷത്തിലധികം ആളുകളുടെ ഫോണിൽ കമ്പ്യൂട്ടറിലും ഈ റേഡിയോ ഉണ്ട്. പഠിച്ചിട്ട് ഒരു 10,000-ത്തിലധികം ആളുകൾ ഓരോ ദിവസവും റേഡിയോ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എത്ര നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ ഒരു മുജാഹിദ് പോലും ഇല്ലാത്ത നാടുകളിൽ സ്ത്രീകൾ തൗഹീദ് ഉൾക്കൊണ്ട് വരികയാണ്. എന്നിട്ട് അവർ മാറുകയാണ്, അവർ ഭർത്താക്കന്മാരെയും കുടുംബങ്ങളെയൊക്കെ മാറ്റുകയാണ്. റേഡിയോ ചെയ്യുന്ന സംഭാവനകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഫാമിലി കോൺഫറൻസുകൾ പാലക്കാട് നടന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായില്ല. അതൊക്കെ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നാളെ കൊല്ലത്ത് നടക്കാൻ പോവാണ് ഫാമിലി കോൺഫറൻസ്. മറ്റന്നാൾ കോഴിക്കോട് കടപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ നടക്കാൻ പോവുകയാണ്. എല്ലാ ജനങ്ങളും, മുജാഹിദുകൾ മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടുന്ന മഹാസംഗമങ്ങളാണ് ഫാമിലി കോൺഫറൻസ്. ഇപ്പോൾ ഈ ചെറിയ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് ക്ലാസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുമ്പുകളിലെ കുട്ടികൾക്ക് ഈ സമ്മറൈസ് എന്ന ക്ലാസ് ഉണ്ട്. അതേപോലെ തന്നെ വിഷൻ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള ക്യാമ്പുകളുണ്ട്. വ്യത്യസ്തങ്ങളായ ക്യാമ്പുകളും പരിപാടികളും കുട്ടികൾക്ക് വേണ്ടിയിട്ടുണ്ട്, ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുണ്ട്, ഡോക്ടർമാർക്ക് വേണ്ടിയിട്ടുണ്ട്, അധ്യാപകന്മാർക്ക് വേണ്ടി അധ്യാപക സമ്മേളനം മഞ്ചേരി നടന്നു. എല്ലാവരെയും ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള വലിയ ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾ അംഗമാകുക, ഈ നേർവഴി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിരന്തരം കേൾക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ അൽ ഇജാബ റേഡിയോയിൽ നിങ്ങൾക്ക് തന്നെ വോയിസ് ഇട്ട് ചോദിക്കാം, അതിൻ്റെ മറുപടി അവിടുന്ന് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും നമ്മുടെ ഫാമിലി ലൈവ് കൗൺസിലിംഗ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും കുറേ മാസങ്ങളായി നമ്മൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പം തന്നെ മറുപടി കൊടുക്കുന്നു റേഡിയോയിൽ ലൈവായിക്കൊണ്ട് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 8:45.
അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമുക്കുണ്ട്. അതൊക്കെ നിങ്ങൾ ഉൾക്കൊള്ളുക. അതിൻ്റെയൊക്കെ സംഘാടകർ നിങ്ങളാകുക. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഒരു പ്രസംഗം കേട്ടുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. 1 മണിക്കൂറിലധികമായി എനിക്ക് പറയാനുള്ളത്, ദീന് കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മുടെ നാട് ഒട്ടനവധി മാറി. ഞാൻ പറഞ്ഞല്ലോ, ഇനിയും മാറണം. നമ്മളൊക്കെ മാറണം. ആ മാറ്റത്തിന് നമ്മൾ മുന്നിൽ നിൽക്കണം. അതോടൊപ്പം നമ്മൾ എവിടെയാണോ നമുക്ക് അപാകതയുള്ളത് അതിനെ പരിഹരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കഠിനമായ ചൂടാണ്. ചൂടിന് കൂലി ഉണ്ടാവും. ചൂട് അനുഭവിക്കുമ്പോൾ അതിന് അള്ളാഹു നമുക്ക് കൂലി തരും. ഒരു വിശ്വാസി എന്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാലും ഒരു കൂലി കിട്ടും. ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം. വേനൽക്കാലമാണെങ്കിലും ഒരു വേനൽ മഴയ്ക്ക് വേണ്ടി അല്ലാഹുമ്മ അഗിസ്ന ഗൈസം മുഗീസ, അള്ളാഹുവെ സമൃദ്ധമായ മഴ തരണേ എന്നാണ്. ഈ ഭയങ്കരമായ ഒരു കുട്ടികൾ പുറത്തിറങ്ങരുത്, അവർക്ക് അത്തരത്തിലുള്ള വെക്കേഷൻ ക്ലാസ്സുകളൊന്നും സ്കൂളിൽ വേണ്ട എന്നൊക്കെ പറയാൻ മാത്രം 2 ആളുകൾ ഇപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പത്രത്തിൽ കാണുന്നു. ഒക്കെ അതിശക്തമായ ചൂട്. നമ്മളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷെ അതോടൊപ്പം നമ്മുടെ ഉപജീവനങ്ങൾക്ക് വേണ്ടി നമ്മൾ പോകേണ്ടി വരും. പരമാവധി നേരത്തെ ആക്കാൻ ശ്രമിക്കുക. കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ കരുതി അത് കുടിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായി സാധാരണ ഉള്ളതിന് വ്യത്യസ്തമായി വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം. നല്ല വെയിലുള്ള സമയങ്ങളിൽ വെയിലത്ത് ഇറങ്ങാതിരിക്കാൻ നോക്കുക. ജോലികളെ കുറച്ച് നേരത്തെയാക്കി നിർവഹിച്ച് മടങ്ങാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അള്ളാഹു നമുക്ക് സമൃദ്ധമായ മഴ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ചൂടിൻ്റെ എല്ലാ കെടുതികളിൽ നിന്നും അള്ളാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് പുറത്തു തന്ന് നീ ഞങ്ങളോട് കരുണ കാണിക്കണമേ. അല്ലാഹുമ്മ അഗീസ്നാ ഗൈസം മുഗീസ, അല്ലാഹുമ്മ അഗീസ്നാ ഗൈസം മുഗീസ. അള്ളാഹു ഞങ്ങൾ വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാതിക്കണമേ റഹ്മാനെ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകളെ നീ വിശാലമാക്കി കൊടുക്കണം. ഇത്തരം ദീനീ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ പ്രതിഫലത്തോടെ ഞങ്ങളിന്ന് കബൂൽ ചെയ്യണമെന്ന് ദീനിൻ്റെ അറിവുകൾ ഞങ്ങൾ നീ വർദ്ധിപ്പിച്ചിടണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുറുമത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. മരണത്തിലും പരലോകത്തിലും ഖബറിലുമെല്ലാം ഞങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ